വാനിൻ കോണിലുദിച്ചുയർന്നു ഭുവനം മെല്ലെ കുളിർപ്പിക്കുമാവാർ തിങ്കൾ ചിരി പോലെ ഇന്നുമുയിരിൽ വിട്ടം പരത്തുന്നു നീ. ചായം തേച്ചു മുഖം മിനുക്കി പല വേഷം കെട്ടിയാടുന്നവർക്കാനന്ദം പകരുന്നു. നിന്റെ അരികിൽ വന്നെത്തവേ അമ്പിളി, നിന്റെ അരികിൽ വന്നെത്തവേ അമ്പിളി, നിന്റെ അരികിൽ വന്നെത്തവേ അമ്പിളി. അമ്പിളിക്കമ്പത് 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 സഹൃദയ ഹൃദയമാം വാനിൽ സൽക്കലാരശ്മികളാലേ നിത്യപ്രകാശം പരത്തി നിൽക്കുന്നു നീ. അമ്പിളി അമ്പിളി അമ്പിളിക്കമ്പത് 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 അമ്പിളിക്കമ്പത്. അന്ധകാരത്തെ വകഞ്ഞ് അന്തരംഗം ദീപ്തമായ നിന്നൃത്തവേദിയുണർന്നാൽ ഞങ്ങൾക്കെന്നെങ്ങും ഉത്സവമല്ലോ. അമ്പിളിക്കമ്പത് നവഭാവ രസഭരിതങ്ങൾ നവലോക നരചരിതങ്ങൾ നവഭാവ രസഭരിതങ്ങൾ നവലോക നരചരിതങ്ങൾ
ഗമ പ മ പ മ പ നി സ ഗമ പ മ പ മ പ ഗമ പനി സ നി സ നി സ ഗമ പനി സ നി സ നി സ നി സ നി ധ നി സ പ ധ നി മ പ ധ ഗമ പ നി ഗമ സ നി ഗ സ അമ്പിളിക്കമ്പത് 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 സഹൃദയ ഹൃദയമായി സൽക്കലാരശ്മികളാലേ നിത്യപ്രകാശം പരത്തി നിൽക്കുന്നു നീ അമ്പിളി 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 അമ്പിളിക്കമ്പത് 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 അമ്പിളിക്കമ്പത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരുപാട് വൈകിയിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഇനി അധികം വൈകാതെ ആരംഭിക്കാം. നമുക്കറിയാം, അമ്പിളിക്ക് 50 എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഷോർട്ട് ഫിലിം പ്രദർശനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മള് ഒരു ഡോക്യുമെന്ററി അടക്കം മൊത്തത്തിൽ 3 ഫിലിമുകൾ കണ്ടു. ഇന്ന് 4 ഫിലിമുകളാണ് കാണിക്കുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത പ്രദേശത്തെ കലാകാരന്മാരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഒരു ചലച്ചിത്രമേള നമ്മൾ നടത്തുന്നത്. ഇന്ന് ഇവിടെ കാണിക്കുന്നത് ശിവരാജൻ കിനാവിൽ എന്ന നമ്മുടെ നാട്ടുകാരനും ഓണക്കെ സ്നേഹത്തോടെ ശിവരാജേട്ടന്റെ സമക്ഷത്തിങ്കൽ എന്ന ഇത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പഴയ ഷോർട്ട് ഫിലിമാണ്. 2007 പുറത്തിറങ്ങിയ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഇത്രയും പഴയ ഷോർട്ട് ഫിലിം എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് വെച്ചാൽ അതിൽ കൂടുതലും നമ്മുടെ നാട്ടിലെ കലാകാരന്മാര്, കുമാരേട്ടനെ പോലുള്ളവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട അമ്പിളിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ടും അതിന് പ്രാധാന്യം കൊടുത്തത്. ശിവരാജേട്ടൻ നമുക്കറിയാം, ഈ രംഗത്ത്, ഈ ചലച്ചിത്ര രംഗത്ത് കാലങ്ങളായിട്ട് സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശിവരാജേട്ടൻ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും സിനിമ പഠനം പൂർത്തിയാക്കി നിരവധി ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും ജൈവർ പോലുള്ള ഷോർട്ട് ഫിലിമുകളും നമുക്കറിയാം. ഇവിടെ തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് ജൈവർ എന്നുള്ള ഷോർട്ട് ഫിലിം. മാത്രമല്ല ഇപ്പൊ ഒരു ഫീച്ചർ ഫിലിം അതിന്റെ പ്രവർത്തനത്തിലാണ്, അത് അവസാന ഘട്ടത്തിലാണ്. ഇറാൻജി എന്നുള്ള പേരിൽ അത് ഏതാനും അധികം വൈകാതെ തന്നെ അതിന്റെ അവസാന മിനുക്കുവണിയിലാണ്. അപ്പോ അതിന്റെ തീമിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് കാണാം. ഏതായാലും ശിവരാജേട്ടനെ നമ്മൾ ഈ ഒരു ചടങ്ങിലേക്ക്, ആദ്യത്തെ സെഷനായിട്ടുള്ള ചർച്ചയിലേക്ക് ശിവരാജേട്ടനെ സ്വാഗതം ചെയ്യാണ്. അടുത്തത് ജാഫർ കുറ്റിപ്പുറം, കാരടിക്കാരൻ തന്നെയാണ്. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു നാടക പ്രവർത്തകനും വളരെ സജീവമായിട്ട് ഈ രംഗത്ത് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാഫർ കുറ്റിപ്പുറം. അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ പഞ്ചാര മിഠായി എന്നുള്ള ഷോർട്ട് ഫിലിമിന്റെ നമ്മുടെ ഫാറൂഖ് മികച്ച തിരക്കഥാകൃത്തായിട്ട് ബോംബെയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിന്റെ പ്രദർശിപ്പിക്കുന്നത് മധുര നെല്ലിക്ക എന്നുള്ള ഷോർട്ട് ഫിലിമാണ്. ഭരത് പി ജെ ആന്റണിയുടെ പേരിലുള്ള ഷോർട്ട് ഫിലിം മത്സരത്തില് 14 പുരസ്കാരങ്ങൾ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, സംഗീതം, വസ്ത്രാലങ്കാരം തുടങ്ങി 14 പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് മധുര നെല്ലിക്ക. നമ്മുടെ എടപ്പാൾ വിശ്വന്റെ മകനായിട്ടുള്ള പാർത്ഥിവാണ് അതിന് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ആ ഒരു ഷോർട്ട് ഫിലിമാണ് അടുത്തതായി കാണിക്കുന്നത്, മധുര നെല്ലിക്ക എന്നുള്ള ഷോർട്ട് ഫിലിം. അപ്പോ അതിന് സംവിധായകനായിട്ടുള്ള ജാഫർ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള
അനിലേട്ടൻ സ്നേഹത്തോടെ വിളിക്കുന്ന അനിൽ പി ചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് അഗായ. അടുത്ത ഷോർട്ട് ഫിലിം കട്ട് എന്നാണ് അടുത്ത ഷോർട്ട് ഫിലിമിന്റെ പേര്. മറ്റ് ഷോർട്ട് ഫിലിമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് തികച്ചും മൊബൈൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൽ എഡിറ്റിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും മൊബൈലിൽ മാത്രം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതിലാണ് ചെയ്തിട്ടുള്ളത്. രാമേന്ദ്രൻ കപൂരാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്, എന്റെ ചേട്ടനുള്ളത്. അപ്പം പിന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ ആശയങ്ങളും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് കാണേണ്ട നമുക്ക് ഉപയോഗിക്കേണ്ട ആശയങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഞാനത് പറയാൻ കാരണം ഏട്ടൻ KSEB ജോലി ചെയ്യുന്നത്. അപ്പൊ KSEB ബന്ധപ്പെട്ട് ഉണ്ടായ എന്റെ കറണ്ട് അഫയേഴ്സ് അനുഭവങ്ങൾ എന്നുള്ള പേരിലൊരു സ്കിറ്റ് ചെയ്യുന്നതിൽ ഏട്ടൻ ആ ഒരു സ്കിറ്റിനെ അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം നടത്തിയിരിക്കുകയാണ്. ഉണ്ടായ ഒരു അനുഭവത്തെ ഏട്ടൻ ഈ രീതിയിൽ ദൃശ്യാവിഷ്കാരം നടത്തിയാണ്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മൊബൈലിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില പരിമിതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ക്ഷമിക്കാതെ ഏട്ടൻ അതിനെ കുറിച്ച് പറയും. ഏതായാലും രാമേന്ദ്രൻ കപൂറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞതിൽ കുറെ വിട്ടുപോയിട്ടുണ്ടാവാം. അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സിനിമയെക്കുറിച്ചും സിനിമാ മേഖലയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിം രംഗത്തെക്കുറിച്ചും അതിന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായി സംസാരിക്കാൻ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ആദ്യം ശിവരാജൻ കിനാവിൽ ക്ഷണിക്കുന്നു. സഹൃദരി, എനിക്ക് തോന്നുന്നു സിനിമ കാണുക എന്നതാണ് ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നും. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് തോന്നുന്നത്. പലർക്കും ഒരു ഭയമാണ് സിനിമ എന്ന് പറയുന്നത്. ചില ആളുകൾ അവർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും അത് നമുക്ക് തന്നെ അവർ തന്നെ ചെയ്തിട്ട് അവർ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരികയും ചെയ്യുന്ന ഉത്തരേന്ത്യയിൽ തിരുമാതരുണ്ട്. പക്ഷെ കേരളത്തിൽ എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു എലമെന്റ്സ് ഈ ഇത്തരം രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ നമ്മൾ അതിൽ നിന്ന് പല വഴിക്കും ഭീകരമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന അവസ്ഥ. പ്രൊഡ്യൂസർ എന്ന നിലക്കാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്ടർ എന്ന നിലക്കാണെങ്കിലും അതിന് സഹകരിച്ച കമ്പനി ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ നമുക്കൊരു സിനിമ എടുക്കാൻ പേടിയാണ്. ഇപ്പൊ സിനിമ മാത്രമല്ല, കലയിലെല്ലാത്തിലും ഒരു ഭയം. ഇത് അവരുടെ ഉള്ളിലുള്ള ഭയം നമുക്ക് നിരക്കുന്നതാണ്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഈ ഒരു പടം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാന്നായിരിക്കും. ഞാൻ കോപ്പി ചെയ്ത കുറച്ച് മാസ്റ്റർ ഫയലാണ്. അപ്പൊ അത് 20 മിനിറ്റ് ഉള്ളൂ. പക്ഷെ അത് എന്റെ കയ്യിലുള്ള മാസ്റ്റർ ഫയലാണ്. ഇത് കുറെ 2007 ഞങ്ങൾ ഈ പാട്ടങ്ങളും അമ്പളി കലാസമിതിയിലെ കുറെ കലാകാരന്മാര് ഇതിനകത്ത് നമുക്ക് കാണാം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ അവർ ചെയ്ത ഒരു വർക്ക് എന്ന നിലക്ക് ആണ് ഇത് കൂടുതൽ ഞാൻ ഇവിടെ കാണിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്, പുതിയ കാലഘട്ടത്തിൽ അതിലുള്ള ഒരു കഥാപാത്രത്തിന്റെ ഒരു പേരക്കുട്ടി മദ്യമാഫിയയിലേക്കും മറ്റ് ലഹരി മാഫിയയിലേക്കും പോകുന്ന ഒരു ജീവിത രീതിയിലെ ചില പ്രശ്നങ്ങളും കൂടി കാണിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഇത് കാണിക്കാൻ ആഗ്രഹം. അത് കഴിഞ്ഞ് ഇഞ്ചാല സിനിമ കഴിഞ്ഞപ്പോൾ ഫീച്ചർ ഫിലിമിന്റെ വർക്കിലാണ് ഒരു ഇറാഞ്ചി എന്ന് പടം. അത് തമിഴ്നാട്ടിലാണ് ഷൂട്ട് ചെയ്ത്. ഒരു കുതിരയും ഒരു പയ്യനൊക്കെ ഉള്ള പടം. അതും ഇതേപോലെ റിലീസ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. അതിന്റെ ഓഡിയോ വർക്ക് കൂടി ചെയ്യാനുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സിനിമ ഇതിന് ശേഷം എല്ലാവർക്കും കഴിഞ്ഞതിന് ശേഷം കാണിക്കാം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Children, only with shut them. Locating. Good. Occur. Good. Nourishment and all.
Okay. And fun. Finding that sport. Okay, the top of the is how to wear. And here's the end of that. Here's the end of the things. What it will. And what am I going to do? Irving. Quite a mistake. Yeah. I want a mistake. About that, that color. I have to be saying that. Twice me plus here, music of Pulo Hatchet. And a metal, they still very good. So I play a single. We should cook. Can you get it? Okay, that's what I could remember was. Oh, it's all was 11. Later, when I play it. But it be. Go on Friday. Yeah, look at the mirror. And I leave on the and a man is saying, but I was using lead first out on it. In the captain. Coming in the country. After all, that's good. Yeah, that down. They got you have to sleep in the come on. Let's don't sit on there again. Like they already did it on Shubu weapon. It changed what can I say? What something and I got to do that. Now I wasn't here. I went to store here. All fighting was better fighting in the way guy. The name. ഞാൻ ഒന്നും മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ ഏതൊക്കെ തറക്കുന്നുണ്ട് എനിക്ക് ജീവിതം വേണ്ട എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യിക്കട്ടെ. The fighter got up to that. From it does I mean because Ashton and then and really I got that. ഉണ്ണിയെ ഇത് കൊടുക്ക ജൻ ആ പോയാപ്പുറം വീഡിയോ പോയി കടിക്കാൻ എന്തൊക്കെയാണ് പിടിച്ചോ ഞാൻ പറഞ്ഞത് പറഞ്ഞാണ് കുട്ടി ചെല്ല് ചെല്ലടാ. ചായ കുടിക്കണ പോലെ നിനക്ക് എന്താ കടിക്കാൻ വേണ്ടേ? അപ്പൊ ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. But that's looking on the photo there. Yeah, I'm with you. See, you know, you know, all the together. Yeah, we can't feel the world. I be on the people together. Yeah, there's a key for it. അയ്യപ്പോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെ കലാകാരന്മാരുടെ പെൻഷൻ പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കേട്ടിരുന്നു. നാളെ മറ്റന്നാളോ പഞ്ചായത്ത് വന്ന് പ്രസിഡന്റ് കാണും. എന്നാ ശരിട്ടാ. പ്രസിഡന്റ് അന്ന് പറഞ്ഞു പോയതല്ലേ, പിന്നെ എന്നെ കണ്ടപ്പോ പറയുകയും ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ, കാശ് കിട്ടിയ നിങ്ങൾക്ക് അത് വലിയ സഹായി. ഞാൻ പോട്ടെ. ഓഫീസിൽ പോകാൻ മറക്കണ്ട. ഉണ്ണി ഇന്ന് സ്കൂളിൽ പോയില്ലേ? അയ്യപ്പ ഉണ്ണിനെയും കൂടി ഇപ്പൊ തന്നെ പോയിപ്പോളി. രാവിലെ ചെന്ന പ്രസിഡന്റിനെ കാണാം. ഒപ്പം തന്നെ പഞ്ചാര മിഠായി എന്നുള്ള ഷോർട്ട് ഫിലിം ലഹരിക്കെതിരെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വൈകാതെ അതോടെ പ്രദർശിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അത് കൂടുതലായിട്ട് അതിനെ പറ്റി പറയാം, നമുക്കത് കാണാം. ഏതായാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജാഫർ കുറ്റിപ്പുറത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കൾ അരവിന്ദൻ, അതുപോലെ തന്നെ ശിവരാജ്, രാമചന്ദ്രൻ, അനിൽ, പിന്നെ എന്റെ മുന്നിലിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അമ്പിളി കലാസമിതി വട്ടംകുളവും ഒക്കെ വളരെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു പ്രദേശമാണ്. പൊന്നാനി നാടകവേദികളെ കൂട്ടുകൃഷി 2 പ്രാവശ്യമാണ് ഞങ്ങളിവിടെ കളിച്ചത്. മഴ കുമാരണ്ണൊക്കെ നല്ല ഓർമ്മ ഉണ്ടായിരിക്കും പല ആൾക്കാർക്കും അല്ലേ.
മൂന്നാമത്തെ പ്രാവശ്യമാണ് നാടകം അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത്തരം ഒരുപാട് ഓർമ്മകളുള്ള ഒരു വേദിയാണ് ഈ വട്ടംകുളം സ്കൂൾ എന്ന് പറയുന്നത്. നേരത്തെ ശിവരാജൻ സൂചിപ്പിച്ച പോലെ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും കലയും ഒക്കെ തന്നെ ഒരു ഭീതിയോടെ കാണുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ അമ്പടിയെടുത്ത ആ ഒരു വലിയ മനസ്സിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരന്റെ, പല ആൾക്കാർക്കും അറിയണ്ടാകും വേടന്റെ ഒരു അദ്ദേഹം ഇങ്ങനെ ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തെ ഒരു സിംഗറാണ്. പറയുന്ന ഒരു വാക്കുണ്ട്, സിനിമ എടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന ഒരാളാണ്, ഇടി വരുന്ന എപ്പോഴാണ് ഇടി വരിക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ എന്താ പറ്റിയത് എന്ന് പറയുന്നുണ്ട് പുതിയ കാലഘട്ടത്തിനെ നോക്കിക്കൊണ്ട്. അപ്പൊ അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു സിനിമ ചെയ്യുമ്പോൾ ഇനി എങ്ങനെ ചെയ്യണമെന്ന് പറയാൻ നമ്മുടെ അധികാരിവർഗം നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മധുരനെല്ലിക്ക എന്ന് പറയുന്ന സിനിമ സത്യത്തിൽ ഒരു നാടകമാണ്. കുട്ടികൾ പൂക്കളാകുന്നു എന്ന് പറയുന്ന പ്രകാശൻ മാണിക്കോത്ത് എഴുതിയ ഒരു കുട്ടികളുടെ ഒരു നാടകമാണ് ഞാൻ എടുത്ത് സിനിമയാക്കിയത്. ആ നാടകം, എനിക്ക് ഈ നാടകങ്ങൾ നിരന്തരമായി വായിക്കുന്ന എൻ്റെ വായനയിൽ കടന്നു വന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നത്. അത് ഏകദേശം 25ഓളം അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സിനിമയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എടപ്പാൾ വിശ്വനാഥന്റെ മകൻ പാർത്ഥിവാണ് അതിനകത്ത് പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അതുവരെ പാർത്ഥിവ് എന്ന സെലിബ്രിറ്റിയാണ്. ട്യൂഷൻ വീടും അതുപോലെ തന്നെ പല സിനിമകളിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിൽ വരുന്നത് അതിലാണ്. അവനെ ഞാൻ യാസ്പോ പുറൂക്കര ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ള പയ്യൻ നോക്കി നടക്കുകയായിരുന്നില്ല. അതുകൂടാതെ നമ്മുടെ പ്രദേശത്തുള്ള പല ആൾക്കാരുമാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ മൂവിയാണ്. അത് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രകാശൻ മാണിക്കോത്ത് രചിച്ചിട്ടുള്ളത്. ആ സിനിമ നിങ്ങൾ സിനിമയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, സിനിമ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. അതിനുശേഷം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചാര മിഠായി എന്ന് പറയുന്ന നമ്മുടെ ഫാറൂഖ് മുല്ലപ്പൂവാണ് അതിന്റെ രചയിതാവ്. സ്ക്രിപ്റ്റും ഡയലോഗ്സ് എല്ലാം എഴുതി ഫാറൂഖും ആണ്. അത് ഇപ്പോ ഏകദേശം ഒരു 10ഓളം അവാർഡ് ആ സിനിമയിൽ ലഭിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ബോംബെ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ഔറംഗാബാദ് ഫെസ്റ്റിവൽ, നിരന്തരം ഫെസ്റ്റിവലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഇറങ്ങിയിട്ടില്ല പൊതുവെ. മറ്റത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഇത് ഇറങ്ങിയിട്ടില്ല. അതിങ്ങനെ നിരന്തരമായിട്ട് ഫെസ്റ്റിവൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് അതിലൂടെ ഞങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പഞ്ചാര, നമുക്കറിയാം, പല മിഠായികളിലൂടെയാണ് ഇന്ന് കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. ഇത് 2 സിനിമയും കുട്ടികളുടെ സിനിമയാണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ പഞ്ചാര കച്ചവടക്കാരനാണോ? ഈ പഞ്ചാര മിഠായി, മധുരം നെല്ലിക്ക, എല്ലാത്തിലും മധുരം. ആരും ചോദിച്ചു, ഫാറൂഖിന്റെ ചേട്ടനാ ചോദിച്ചത്. അപ്പൊ ഞാൻ ഈ കുട്ടികളുടെ നാടകവേദിയിലും കുട്ടികളുടെ സിനിമയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഒരു വലിയ സിനിമ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സിനിമക്കാരന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് വലിയ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പണിപ്പുരയിലാണ് നാളെ സിനിമയാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇങ്ങനെ ഒരുപാട് മറ്റേ സിനിമ ആക്കായ പ്രദർശിപ്പിക്കുന്ന ഞാൻ കണ്ട, എന്റെ റിവ്യൂ ഷോ ഞാൻ കണ്ടതാണ്. മറ്റേ സിനിമ ഞാൻ കണ്ടിട്ടില്ല, ശിവരാട്ടിനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് സിനിമകൾ കാണും. ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതിലും അതിലേക്ക് എന്നെ ക്ഷണിച്ചതിലും അമ്പിളിയോടും വട്ടംകുളത്തെ എല്ലാ നാട്ടുകാരോടും എല്ലാ പുരോഗമനവാദികളോടുമുള്ള നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അല്ല, ഈ പാട്ടും കളി മാത്രമുള്ളൂ, പഠിത്തം വല്ലതും നടക്കുന്നില്ല? നടക്കണില്ല, മടി തന്നെ.
വൈകുന്നേരം പഠിക്കാൻ പുസ്തകം എടുക്കണ സമയത്തായിരിക്കും ശ്യാമിന്റെ വീട്ടിൽ ഒച്ചയും ബഹളവും. ഓന്റെ അച്ഛൻ എന്തിനാ കുടിക്കണത്? എന്നാലും നിനക്ക് പഠിച്ചൂടെ? ഈ ടോർച്ച് ശരിക്കും കത്തണമില്ല. കത്ത് കുറിച്ച് നേരത്തെ പോണം. ആഗസ്റ്റ് 15 കളക്ടർ വരുന്നുണ്ട്. എന്തിനു കയറി വേണമെന്നുണ്ടോ? മനുഷ്യരെ പുസ്തകം വിവിധ സംസ്ഥാനങ്ങൾ തീരുമാന പ്രവർത്തനങ്ങൾ വ്യക്തമായിരുന്നു. ആരും അവരുടെ കളക്ടർ വരുന്നത്? ഞങ്ങള് ജനിച്ചിട്ട കളക്ടർ തന്നെ. ഇവിടെ വരാം. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കയറി വരാത്ത ഈ സ്കൂളിൽ 4 ലക്ഷം കൂട്ടി വായിക്കാൻ അറിയാത്ത നിങ്ങളെ വിളിച്ചാൽ കളച്ചു വരണോടാ. എന്താ ക്ലാസ്സിൽ പോടാ. ഞങ്ങൾക്ക് കളക്ടർ ഒന്ന് വിളിക്കണം. ആദ്യം തന്നായി. കളക്ടർ ഞങ്ങളുടെ സ്കൂളിൽ കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർപ്പിക്കാനാ. ഓ അങ്ങനെയുണ്ടാവോ? നോക്കട്ടെ. പഠിത്തത്തിന്റെ കൂടുതൽ നാട്ടുകാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നത് വളരെ നല്ലതാ. തീയൊക്കെ നാളത്തെ ഡോക്ടറും കളക്ടറൊക്കെ ആവണമെന്നല്ലേ? ഇല്ല 2 ദിവസം കഴിഞ്ഞാൽ അയക്കും കേട്ടോ. ഇല്ല എവിടെ നിന്ന് അറിയിക്കും? ഓ ശരി. ഓക്കെ. ഹലോ. ഹലോ. ഹലോ ആരാ? കൂടെ ചാമിത്തുണ്ട്. ആദർശ് ശ്യാംജിത്ത് എവിടുന്നാ വിളിക്കുന്നത്? എന്താ കാര്യം? ആഗസ്റ്റ് 15 കളക്ടർ നിങ്ങളുടെ സ്കൂളിലേക്ക് വരാന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഉറപ്പിക്കാനാ. ആണോ? ഇത് ഏതാ സ്കൂള്? എന്താ സ്ഥലം? കുന്നുമല LP സ്കൂള്. അയ്യോ കളക്ടർ തിരക്കിലാണല്ലോ. നാട്ടിലേക്ക് പോയിരിക്കുക. ബീഹാറിലേക്ക്. നടക്കും തോന്നുന്നില്ല. ഹലോ. നടത്തില്ല. എന്തേ? വലിയ സങ്കടത്തിലാണല്ലോ. പുറം വീണത് കളക്ടർ വരൂല. അതിനെന്തിനാ കഴിയണത്? കളക്ടർ വന്നില്ലെങ്കിൽ വരണ്ട, പോട്ടേന്ന്. കാലം ഇനിയുണ്ടല്ലോ, നീണ്ടു പരന്നങ്ങനെ. അടുത്ത പ്രാവശ്യം എന്തായാലും കളക്ടർ വരും. ഇതിനോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വേറെ ചില തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടെത്താൻ കുറച്ച് വൈകിയിട്ട്. അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇതുപോലെ ഒരു സാധാരണ സ്കൂളിലായിരുന്നു എന്റെ പഠനവും. ബീഹാറിലെ ഒരു നാടൻ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കുട്ടികളെ കാണുമ്പോഴൊക്കെ എനിക്കെന്റെ കുട്ടിക്കാലം ഓർമ്മ വരാറുണ്ട്. കുറച്ചു ദിവസം മുമ്പ് ഒരു നെല്ലിക്ക മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ്
ഇവിടെ പഠിക്കുന്ന 2 കുട്ടികളെ ഞാൻ കണ്ടുമുട്ടിയിട്ട് ആദർശും ശ്യാംജിത്തും. അവരെനിക്ക് ഒരുപാട് നെല്ലിക്കകൾ പരിച്ചു തന്നു. ഞാൻ പഠിച്ച സ്കൂളിന്റെ മുറ്റത്തും ഒരു നെല്ലിക്ക മരമുണ്ടായിരുന്നു. ദാ ഇതുപോലെ. പലപ്പോഴും എന്റെ ഉച്ച വിശപ്പുകൾ മാറ്റിയിരുന്നത് അതിലും നെല്ലിക്കകളായി. സോറി. അതുകൊണ്ട് തന്നെ നെല്ലിക്കകൾ എനിക്ക് എന്നും ഏറെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികൾ പൂക്കളാണ്. പഠിപ്പോ ഉയരമോ ഇട്ട കുപ്പായത്തിന്റെ ഭംഗി നോക്കാതെ നമ്മൾ അരച്ചേർത്ത് പിടിക്കുമ്പോഴാണ് നാളെ നാട് സുന്ദരമാകുന്നത്. ഫേമസ് പോയിട്ടായ പാബൽ നെരൂദ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ഗെറ്റ് ഓൾ ദ ഫ്ലവേഴ്സ് ബട്ട് യു cannot keep spring from coming. ഞാൻ ഇന്നിവിടെ വന്നത് ആദർശും ശ്യാംജിത്തും ക്ഷണിച്ചത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്കായി കുറച്ച് നെല്ലിക്കകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സ്വതന്ത്ര ദിന സമ്മാനം ആദർശും ശ്യാംജിത്തും അവ നിങ്ങൾക്കായി പങ്കുവെക്കും. എല്ലാവർക്കും എന്റെ സ്വതന്ത്ര ദിനാശംസകൾ. ജയ് ഹിന്ദ്. Of course, done. Okay. സംസാരിക്കാൻ രാമേന്ദ്രൻ കപൂറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എൻ്റെ കട്ട് എന്ന ഷോർട്ട് ഫിലിമിന് ഇവിടെ ഒരു അവസരം തന്ന അമ്പിളി കലാസമിതിയിലെ എല്ലാ പ്രവർത്തകർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ഈ ഷോർട്ട് ഫിലിം KSEBയുടെ 65ാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ കറന്റ് ആഫീസ് അനുഭവങ്ങൾ എന്ന് ഉള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡി, അതിൽ ഫസ്റ്റ് പ്രൈസ് സംസ്ഥാന തലത്തിൽ കിട്ടിയ കഥയുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ്. ഇതിൽ അഭിനയിച്ചവരൊക്കെ എൻ്റെ സഹപ്രവർത്തകരാണ്. KSEBയിൽ വർക്ക് ചെയ്യുന്ന റിട്ടയറായ ഇതിൽ അച്ഛനായി അഭിനയിച്ച മണിയേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാര് എന്നോട് സഹകരിച്ചു. ഞാൻ മൊബൈലാണത് പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചുള്ളത്. എല്ലാ വർക്കും അതിൽ തന്നെ ചെയ്തുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാം. നന്ദി, നമസ്കാരം. ഇത് ഇന്നലെ പോയിട്ട് പറഞ്ഞാൽ ആ തൃശ്ശൂർക്കാരൻ മതപക്ഷം എന്റെ വീട്ടിൽ തന്നെ ആ ഫ്രണ്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങള് ഇന്നലെ വന്ന് പറയണ്ട. ഞാൻ വീട്ടിലേക്ക് പോകാറ് എനിക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പക്ഷെ ആദ്യം പോയിട്ട് കറണ്ട് വീട്ടിലൊക്കെ എന്നിട്ട് കണക്ഷൻ തരാം.
കോസ്റ്റ്യൂം വരും നമുക്കായിരുന്നു എന്തെങ്കിലും കോസ്റ്റ്യൂം വരും കേട്ടോ ഇതിലിപ്പോ 5 ആവശ്യമുണ്ട് അതിപ്പോ ഗോവരട്ടോ ഇണ്ടായിരുന്നോ ബൈക്കായിട്ട് എടുത്താൽ പറ്റും സോ ആവശ്യം പിന്നെടാ ഈ മറ്റൊന്നും ഗോവാരായിട്ട് ഞാൻ ഈ വന്ന വഴിയിലെ നാളെ കേരളത്തിലുള്ള മുപ്പത് വീട്ടിൽ എന്താ വിചാരിച്ചിട്ടല്ലേ ബില്ല് അടച്ചിട്ടില്ല എന്റെ കമ്പനിക്കാരുടെ വീടാ പറഞ്ഞിട്ട് എന്താ കാര്യം പോയി കട്ട് ചെയ്താൽ ഒരു ബില്ലടക്കുമ്പോ ഇതിന്റെ കൺസ്യൂമറിനെ നോക്കൂ ഇതെല്ലാം അതോ ശരി പക്ഷെ ഗാന്ധി നഴ്സിന്റെ കട്ടി വന്നത് കത്തിയാവുന്ന നിൽക്കുന്നു ഞാൻ കേട്ട് അപ്പൊ നമ്മുടെ ഇട്ടത് കേൾക്കാത്ത പോലെ അതുകൊണ്ട് നോക്കുന്നത് ഇവിടെ നെറ്റ് കഴിഞ്ഞ 2 ദിവസമായി കാരണം റീചാർജ് പറ്റില്ല പിന്നെ കണ്ടുപിടി ഈ നെറ്റ് പൈസ നടന്നോ ഇത് വീട്ടിൽ കറണ്ട് ആദ്യം കാണാൻ പറ്റുള്ളൂ ഇന്ന് കട്ടിയിട്ടാണ് സാറന്മാരെ എല്ലാ മാസം ഞാൻ തന്നെ പൈസ അടയ്ക്കാറ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കറണ്ട് ബില്ല് അടയ്ക്കണം പറയുണ്ടായിട്ട് കാണിച്ച് കയ്യില് ഞങ്ങൾക്ക് പൈക്കില്ല വീട്ടാളെ കൊണ്ട് ഒരു കാര്യമില്ല അതൊന്നും ഞങ്ങൾ തോന്നിയിട്ട് കാര്യമില്ല ആ വ്യക്തി പെയിന്റ് ഒരാൾ നിൽക്കുന്നവരല്ല കൈകളിലേക്ക് കട്ടിയാവുന്നതാണ് അതിന് ആന്തമുണ്ട് അതിന് ഞാനെന്ത് വേണ്ടതാ കറണ്ടിന്റെ കട്ട് ചെയ്യാൻ പോകും കട്ടിൽ കട്ടിയുടെ പൈസ ഒന്നുമില്ല അണക്കടിച്ച് പഠിച്ചാൽ ഒറ്റ പോയി ഇത് ആത്മഹത്യ പൈസ കിടന്നുണ്ട് എല്ലാവരും പൈസയുണ്ട് ഇതൊന്നും പറയണ്ട വീട്ടിലെ ഞങ്ങൾ നോക്കാറുണ്ട് ഇത് മാത്രമല്ല നോക്കാറ് കറണ്ട് നോക്കാറുണ്ട് അടയ്ക്കാൻ നീ വാങ്ങിക്കൊടുക്കുന്നത് വീട്ടിലെ നോക്കില്ല ഇതെല്ലാം കാര്യത്തിലാണ് ചെയ്തോളാം എന്റെ കൂടെ ഫ്രിഡ്ജ് തന്നെ മാറ്റി അതിപ്പോഴും സാധനങ്ങൾ തിന്നൊന്നും നോക്കാൻ ആർക്കും കാര്യമില്ല എല്ലാം എന്റെ ഫ്രിഡ്ജ് മൂന്നാല് തിന്നാൻ പറ്റില്ല ഇവിടെ അനാവശ്യം നോക്കാൻ കഴിയുന്നത് തേങ്ങാന്നൊന്നും നോക്കില്ല ഒരു ഒറ്റ ചോദിച്ചാൽ പറഞ്ഞു ഹലോ ഇത് അടയ്ക്കുന്ന ലക്ഷമൊന്നുമില്ല സാർ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തു സാറേ കട്ട് ചെയ്തോ മോഹൻ വിളിക്കുക അങ്ങനെ ഒഴുക്കോ വലിയ തന്നെ ഞാൻ ഒന്ന് പാടില്ല അതിൽപ്പിച്ചെന്നുണ്ട് ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഈ നാട്ടുകാരൻ തന്നെയാണ്. കുറെ പേർക്ക് എന്നെ പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ കുറെ പേർക്ക് എന്നെ അറിയാം. ഞാൻ ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഇവിടെ ഈ പിറകിൽ കാണുന്ന ഈ ഹാളിലെ ആ കോർണർ സ്റ്റേജിലായിരുന്നു എന്റെ ആദ്യത്തെ പെർഫോമൻസ്. മിമിക്രി ആയിരുന്നു ഐറ്റം. മിമിക്രിയില് അന്ന് ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരുന്നില്ല. നമ്മള് ഈ പ്രകൃതിയിൽ കേൾക്കുന്ന ശബ്ദങ്ങളും അതുപോലെ ആട്, പൂച്ച, അതിനൊക്കെ ലേറ്റസ്റ്റ് ആണ് ഓട്ടോറിക്ഷ, അങ്ങനെയുള്ള ഐറ്റങ്ങളായിരുന്നു ഒന്നൊക്കെ ചെയ്തത്. ആ പെർഫോമൻസ് കഴിഞ്ഞ അടുത്ത വർഷം എന്റെ ഇവിടുത്തെ വിദ്യാഭ്യാസം പറിച്ചു നട്ടുപോവാണ്.
ഇവിടെ ഇതിനെല്ലാം സ്കൂൾ നേരെ കുന്നംകുളത്തായിരുന്നു പിന്നെ. ശരിക്കും ഈ വട്ടംകുളം സ്കൂളിന്റെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു വേദന തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കണം ഞാനിപ്പോ ഇതിനകത്ത് കയറിയപ്പോ കുറെ സമയം ഞാൻ ഇതിനകത്ത് കൂടെ പല ഭാഗത്ത് ഇങ്ങനെ നടന്നു നോക്കി. അന്നുണ്ടായിരുന്ന വാതിലുകളും ജനലകളും ആ മണ്ണും ആച്ചാരലും അതിന്റെ സ്വഭാവത്തിന് വലിയൊരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പുതിയ ഒരു കെട്ടിടം വന്നിട്ടുണ്ട്, പക്ഷെ ആ ഓർമ്മകൾക്ക് വല്ലാത്തൊരു മങ്ങലേറ്റിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരു കലാകാരനാവും അല്ലെങ്കിൽ ഈ കലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുന്നു പ്രതീക്ഷിച്ചതല്ല. എങ്കിലും നമ്മുടെ വട്ടംകുളത്തിന്റെ പ്രാദേശികമായിട്ടുള്ള ചില ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കലും കണ്ടെത്തലും ഒക്കെ ഒരു ഭാഗമായതിന്റെ തുടർച്ചയാവണം. അതിന്റെ ഒരു പണിപ്പുരയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് അഗായ എന്ന ഷോർട്ട് ഫിലിം. അത് കൂടെ പഠിച്ചിട്ടുള്ള കുറ്റിപ്പാലം ദിലീപായിരുന്നു അതിന്റെ ആ ഒരു ത്രെഡ് പറഞ്ഞത്. അവിടെ നിന്നാണ് അഗായ ഉണ്ടാവുന്നത്. അതിനു മുമ്പ് ഫേസ്ബുക്കില്, അതായത് സോഷ്യൽ മീഡിയ സജീവമായ കാലം മുതൽ ഫേസ്ബുക്കില് നിരന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു കഥ പോലെ എഴുതിയിടാറുണ്ട്. ഏകദേശം 40 കഥകൾ, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ഒന്നും പുസ്തകമാക്കിയിട്ടൊന്നുമില്ല. അതിനോട് വലിയ കമ്പം തോന്നാത്ത കാരണം അത് പുസ്തകമാക്കാഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ആദ്യമായിട്ടൊരു കഥ ഷോർട്ട് ഫിലിം ആയിട്ടുണ്ട്. അതിന്റെ പേര് ജമീല എന്നാണ്. അത് സ്ക്രിപ്റ്റ് മാത്രമാണ് എൻ്റെ. അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് സത്യൻ തിരുനാവാല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അത് വേണ്ടത്ര ഒരു എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അതിന് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയത് കൊണ്ട് അഗായ കുറച്ചുകൂടി നന്നായി എന്ന് വേണം പറയാൻ. അഗായയിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളാണ്. പ്രദേശം നമ്മുടെ പ്രദേശം തന്നെയാണ്. അഗായ കണ്ട ആളുകളെ ചോദിച്ചത് എവിടെയാണ് സ്ഥലം. അപ്പൊ പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അഗായയിലുള്ളത്. അഗായ പുറത്തെവിടെയില്ല, വട്ടംകുളത്തും കുമരനെല്ലൂരും അതുപോലെ നമ്മുടെ കുളങ്കരപ്പാടത്തിന് സമീപം, ചിറ്റവിക്കുന്നിന് സമീപം, ഇവിടേക്കാണ് അഗായയുടെ ഷൂട്ടിംഗ് വന്നിട്ടുള്ളത്. എന്തായാലും അത് നല്ല രീതിയിൽ അത് എന്താ പറയാ നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചു. പിന്നെ നല്ലൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായി. അതുകൊണ്ട് അതൊരു എന്താ പറയാ, നമുക്ക് ആരെയും കാണിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായി മാറി. അത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ജമീല എന്നുള്ള ഷോർട്ട് ഫിലിമിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ വിജയമായിരുന്നു അഗായ. അപ്പോ പറഞ്ഞു വരുന്നത്, എന്തായാലും ഈ സ്കൂൾ അങ്കണം ഇങ്ങനൊരു വേദി ഞാൻ സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ സദസ്സും ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. അവിചാരിതമായി അങ്ങനെ എന്താ പറയാ, ഇവിടെ നിൽക്കാൻ രണ്ടു പേർക്ക് സംസാരിക്കാൻ സാധിച്ചു. അതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. പുതിയതായിട്ട് വരുന്ന വർക്കുകൾ ഉണ്ട്. അപ്പൊ ഒരു നല്ല ടീം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല നല്ല വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ടീം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കലാകാരന്മാരില്ല അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരില്ല എന്നല്ല ഈ പ്രദേശത്തിന്റെ ഒരു പ്രശ്നം. അതിന് ടീം ഇവിടെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാമേട്ട പറയും. ഞാൻ മടത്തില് ഇല്ല, ഞാൻ മൂപ്പരെ കാത്തിക്കണേ. കുറച്ചേരോട് നോക്കട്ടെ. ഞാൻ നേരത്തെ വിളിച്ചപ്പോ ആൾ ടൗണിലാ. ഇപ്പൊ ഇവിടെ എത്താറായിണ്ടാവും. യാത്ര യാത്ര അനാദിമധ്യാന്തയാത്ര അമ്മ തൻ
ആ എന്തായാലും നാട്ടുകാരെ കണ്ടപ്പെടാൻ നോക്കിയതുണ്ടോ എന്താ ചുറ്റോടൊക്കെ കുറച്ചൊക്കെ കണ്ടോ ഈ മിറ്റത്തൊക്കെ പിന്നെയും പൊന്നു വളച്ചു തുടങ്ങിയിട്ടേ നാട്ടുകാരെ വർത്താനം ഈ ചുറ്റുപാടൊക്കെ കണ്ടാലേ വരുന്നവര് കേട്ടൊക്കെ നേരാന്ന് ഇതൊക്കെ ഒന്ന് വെട്ടിത്തടിച്ചു കഴിഞ്ഞാൽ ആർക്കത്ര വേദനിക്കും. ആരാളൊക്കെ നിൽക്കൂ ഞാൻ അങ്ങോട്ട് വരണോ? ഹലോ ഹലോ കുഞ്ഞപ്പോ കേൾക്കണില്ലേ? ഹലോ ഹലോ ഞാൻ വിളിക്കാവട്ടെ. അതിന് സോറി ദയവായി കാര്യത്തായി ഇനിയാണ് ഞാനൊന്നും എത്തിയൊന്നുമില്ല. എന്താണ് അത്രയും വാങ്ങി നീ ഡ്രൈവിംഗിലാ? ആ അതെ, കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞ റോഡ് കാര്യമാണ്. വേറൊന്നുമില്ലപ്പാ നീ എന്തിനത്ര ദൂരക്ക് പോകുന്നത്? എന്റെ ബിസിനസിന്റെ കീഴല്ലേ? ഓ അതോ, അങ്ങോട്ട് വന്ന പിന്നെ എന്റെ അമ്മ നാട് ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആ കണ്ണൂരിനാമേ ഇവിടെ അടുത്തൊരു തറവാട് കൊടുക്കാനില്ലേ, അത് നോക്കാൻ വേണ്ടി പോവാ. ആ വേളാങ്കണ്ണിക്ക് വന്നതാവും അല്ലേ? അതിവിടെ അടുത്താണോ? ഈ ഇടവഴി അങ്ങനെ ചെന്ന രണ്ടാമത്തെ വളഞ്ഞു നോക്കിയ വളർത്തിന് പഠിപ്പരാവും. കുട്ടിയെ അന്തിക്ക് ആദ്യം അങ്ങോട്ട് പോകാറില്ലേട്ടാണ്. വാളോ വേഗം കൊണ്ടാണ് എന്റെ എത്ര ദൂരത്തേക്ക് പോന്നേ, അതും വേളാമ്പുള്ളി നോക്കിയിട്ട്. എന്റെ അമ്മ ഈ നാടകത്തിൽ തന്നെയാണ്. അച്ഛന്റെ ആളാ കണ്ണൂര്. വേളാമ്പള്ളി തറവാട് കൊടുക്കുന്ന പറഞ്ഞപ്പോ അമ്മക്കൊരു മോഹം, അത് വാങ്ങിച്ചു ഇവിടെ കൂടാതെ. കുട്ടിയെ അത് ശാപം പിടിച്ച പോകല. അതില് കുടുംബമൊക്കെ ആയിട്ട് പാക്കാൻ പറ്റണാവോ? മഠത്തിലെ തോലക്ക് 3 മക്കളായിരുന്നു. മകൻ ഒരു പെണ്ണിനായിട്ട് അടുപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ എല്ലാവരും കൂടിയിട്ട് അത് അവിടെ മുടക്കി. പെണ്ണിനെ വേറെ ആള് കണ്ട് കല്യാണം ഉറപ്പിച്ചപ്പോഴാണ് നാട്ടുകാരിതൊക്കെ അറിയാത്തത്. ആ മനോവിഷമത്തില് പെണ്ണിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം കുട്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. മടങ്ങി വരുന്നു കരുതിയിട്ട് ആ തോല കൊറേ കാത്തിരുന്നു. ആ കുട്ടി വന്നില്ലേ, പാവം നരകിച്ചിട്ടാ പോയത്. അമ്മേ ഞാൻ ഇതൊന്ന് നോക്കിട്ട് വരാം. അല്ല, അമ്മ ഈ നാട്ടുകാരിയെന്നല്ലേ പറഞ്ഞേ? എന്താ അമ്മയുടെ പേര്? തുളസി. കൊറോണ കാലത്ത് കുടുംബത്തിൽ നിന്ന് മതിയാവാത്ത ഏത് മനുഷ്യനായി ചുറ്റോർത്തുള്ളത്? ഈ കൊറോണ തീരുമ്പോഴേക്കും അച്ഛൻ കൊണ്ടു പണി. ഇങ്ങോടെ വരുന്ന നെഞ്ഞത്ത് എല്ലാ ചായകളും കളയണ്ട, പഞ്ചസാര നിർമ്മിക്കണം. പട്ടിണി വെച്ചാലോ ഇതിനൊരു കുറവില്ലല്ലോ. ഇന്നിപ്പോ എത്ര കൂടി ഉണ്ട്? കൊറേ ഉണ്ടടി. 4 എണ്ണം. നാളെ എന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റിക്കുന്ന മനസ്സിലാണല്ലോ ഇത്. അവിടെ എന്നാ എടി ലോട്ടറി എടുത്താലേ അത് അടിക്കുള്ളൂ. ഇതൊക്കെ ഇതിന്റെ പ്രൈസ് ഉറപ്പാന്നത്. പിന്നെ ആരും പറയും അനക്ക് വേണ്ട സാധനങ്ങൾക്കൊന്നും മിറ്റത്ത് വരില്ലേ. അതുപോലെ പദ്ധതികൾ പലതും ഉണ്ട് എന്റെ മനസ്സിൽ. മനുഷ്യനെ പട്ടിണിക്കിടുന്നതിനെ പദ്ധതി എന്നല്ല പറയാ, അഹമ്മതി എന്നാ പറയാ. എനിക്ക് പറ്റാനും ശീലമായല്ലോ. ഇപ്പൊ നിങ്ങളെ കുട്ടികളെ കൂടെ പഠിപ്പിച്ചു, എന്താ പിന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ നശിച്ച കളി ലോട്ടറി തന്നെ കുടുംബത്തഞ്ച് പൈസ വരാത്ത ഇപ്പോഴും ഒരു ആവശ്യം വന്നാൽ ഞാൻ നാളെ കിട്ടാനെത്താൻ പോണം. ഒന്ന് ചിലക്കാണ്ട് പണ്ടാവേ. ഇവിടെ അടുത്തൊക്കെ തറവാട് കൊടുക്കാനല്ലേ, അതെവിടെയാ? അടുത്തേക്കാ അതാ കാണുന്നതോ? ഇങ്ങനെയാണോ? ഞാൻ കുറച്ച് ദൂരേനാ. എവിടെ നിന്നാണേലും ഈ നേരത്ത് ഒറ്റയ്ക്ക് ആരും കൊണ്ട് പോപ്പില്ലട്ടാ. അതെന്താ അപ്പം തമ്മി പറഞ്ഞോ? അവിടെ എന്തൊരു കുഴപ്പമുണ്ടോ? അവിടെ കാടും പന്തിയൊക്കെ പിടിച്ച് കിടക്കല്ലേ, അതോട് മൂപ്പര് പറയണതാ. ആ കണ്ണിന്റെ പറമ്പ് അടുപ്പ് പൊള്ളിട്ടാ. ശരിയാ. 10 തേങ്ങയ്ക്കും 4 വിറകിലും വേണ്ടി അത് വാങ്ങാൻ കിട്ടുന്നവർ നിങ്ങൾ എത്ര കാലം പീഡിപ്പിക്കും? അതല്ലേ മനുഷ്യാണ്. ഞാൻ കേട്ടിട്ടുണ്ടാവും ചില ഒച്ചപ്പാടുകളും. ഒച്ചപ്പാട് ഇത് തലയുടെ അടിയിൽ വെച്ചിട്ട് തലയും മൂടി കിടന്ന് സ്വപ്നം കാണുമ്പോ കേൾക്കുന്ന ഒച്ചപ്പാടല്ലേ? അതെന്താന്നറിയോ നമുക്ക്? എന്റെ വയറ് കാണുന്നതാ.
Remember me in Italian, you elevate all of that. Was it? Yeah. It's all about the kindness. That is that eating lunch party. Me. അവന് ഏടയില്ലേ ഞങ്ങളുടെ അമ്മേന്റെ നാട്ടില് എന്റെ കാറ് കേടായിനാ അച്ഛൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് എന്താ പോലെ അത്ര വൈകി ഞാൻ പറഞ്ഞിട്ട് അമ്മ അരവിന്ദ വൈകാരന്റെ വീട്ടിൽ കയറുന്നേ അവിടുന്ന് ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി പേടിക്കാനൊന്നുമില്ല കാർ ശരിയാക്കാൻ വേണ്ടി വിളക്കിണ്ട്. ഹലോ അമ്മേ, അമ്മ കേൾക്കുന്നുണ്ടോ? കുട്ടി എന്തെങ്കിലും പറ്റിയോ? അയ്യോ ഓക്കെ, ഇത് വാങ്ങാൻ വന്ന ആളാണ് അല്ലേ? അതെ. കുഞ്ഞാപ്പ് പറഞ്ഞിരുന്നു. എന്താ പറ്റി കുട്ടിയെ? കാല് മടങ്ങിയോ? അതൊക്കെ നടന്നോളൂ. നോക്കിയിരുന്നു കേട്ടോ, പതുക്കെ അങ്ങനത്തെ പറയുന്ന കേട്ടു. ഒന്ന് നടന്നു നോക്കൂ, വേദന മാറിയോ നോക്കാലോ. ഇപ്പൊ വേദന മാറിയല്ലോ. എന്നാ വീട് കണ്ടോളൂ, ചാരിയിട്ടേ ഉള്ളൂ. നാല് തലമുറ പഴക്കണ്ട്, എന്നാലും വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. പടിഞ്ഞാറ്റിയുടെ അകായ്ക്ക് കേടൊന്നുമില്ല. പിന്നെ വീണോ കുട്ടിയെ? ഏയ്, ഈ വേദനിക്കണ കാലം വെച്ച് പിന്നെ എന്തിനാ മോളിക്ക് കയറണ? എന്നാ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ? തട്ടിന്റെ മുകളില് ഒരു കാൽപ്പെട്ടി ഉണ്ടാവും, അതിന്റെ അകത്ത് ഒരു ചെല്ലുണ്ട്. കുട്ടി വരുമ്പോ അത് ഒന്നും ഇങ്ങോട്ട് എടുത്തോണ്ടിരുവോ? ശരി അമ്മേ.
കൃഷ്ണന് പ്രിയമായ തുളസിയുടെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രം. ഇതിനെങ്കിലും ഒരു മറുപടി തരണം. സ്വത്ത് കണ്ടിട്ടല്ല, വിളിച്ചാൽ കൂടെ ഇറങ്ങാൻ ഒരു പെട്ടി ഒരുക്കിയിട്ടാ ഞാൻ കാത്തിരുന്നത്. എന്നിട്ട് അന്ന് കണ്ടപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്? വീട്ടുകാരെ അനുസരിക്കാനല്ലേ? അയാൾക്ക് തല കുനിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ ഞാൻ അനുസരിക്കാം. കണ്ണകന്നാല് മനസ്സ് മകന്നോളല്ലോ അല്ലേ? ഒരു കരിവെള്ളം നൽകാമെന്ന് പറഞ്ഞു പോലും ഇനി ഒരു പെണ്ണിനും ആശ കൊടുക്കരുത് കൃഷ്ണ എന്ന് കൃഷ്ണ തുളസി. പ്രാരാബ്ധങ്ങൾക്ക് മുന്നിലൊന്ന് പതറി നിന്നപ്പോ കണ്ണുന്നിൽ ഒരുക്കി വലിച്ചത് ഹൃദയബന്ധങ്ങളാ. സ്വന്തം എന്നുള്ളതൊക്കെ ഒരു പേരിൽ ഒതുങ്ങിപ്പോയി. ബുദ്ധിമുട്ടായി കുട്ടിയെ. ഇല്ല അമ്മ, ആരെ കൃഷ്ണ തുളസി? നാലുകെട്ടിനകത്തും തൊടികളിലും ഞാൻ എപ്പോഴും കേൾക്കാണ്. അവന്റെ സ്വപ്നങ്ങളും എന്റെ വേദനകളും എല്ലാം ഒടുങ്ങിയതും ഈ നാലുകെട്ടിനകത്ത് തന്നെയാണ്. ഇത് അർഹിക്കുന്നവരുടെ കയ്യിലെത്തണ അവര്. ഞാനിവിടെ കാവലിരിക്കായിരുന്നു. ഇനി ഞാൻ പോവുകയാണ്. ഒറ്റപ്പെട്ടു പോയെന്ന് മനസ്സിലായപ്പോ ഉള്ളിലിങ്ങനെ തോന്നാൻ തുടങ്ങി. എന്താ അമ്മേ? പ്രായശ്ചിത്തമായിട്ട് തുളസിയുടെ മകനെ ഈ മുത്തശ്ശി ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. സോൻ 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 അല്ല, നിന്നെ വിളിച്ചോ കിട്ടുന്നില്ലടാ. അമ്മേനെ വിളിച്ചിരുന്നോ? പട്ടി എന്തായി? തിരിച്ചോ? ഇല്ലടാ. എന്താ നിന്റെ സൗണ്ടിന് മാറ്റം? ഞാൻ വിശ്വസിക്കുമെന്ന് അറിയില്ലടാ. സംഭവം സത്യാണ്. എന്താ അത് ഞാൻ നേരിട്ട് പറയാടാ. പഴയ വീണാന്നല്ലേ പറഞ്ഞത്. എന്നെക്കൊണ്ട് ദോഷമായിട്ട് അവരുടെ നീതിയില്ല. അതൊരു നിധി തന്നെയാടാ. അത് ചെതലെടുക്കുന്നതിന് മുമ്പേ അമ്മയ്ക്ക് എടുത്തു കൊടുക്കണം. ശിവരാജന്റെ സിനിമ കൂടി കാണുന്നൊക്കെ വിചാരിച്ചു. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്തറിയോ, നമ്മുടെ നാടകത്തിലെ അമേച്ചർ നാടകവും പ്രൊഫഷണൽ നാടകവും ഉള്ളത് പോലെ ഈ സിനിമയിലും ഒരു അമേച്ചർ പ്രൊഫഷണൽ മേഖല. അത് പ്രൊഫഷണൽ സിനിമകൾ ഇപ്പൊ തന്നെ ഉണ്ട്. പക്ഷെ അതിന് സമാന്തരമായിട്ട് അമേച്ചർ സിനിമകളുടെ ഒരു വലിയ വരവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ സിനിമകള് അതിലെ കലാകാരന്മാർക്ക് ഉപജീവന മാർഗം കൂടിയാണെങ്കിൽ അതിനാണ് ഈ കോടിക്കണക്കിന് ഉറപ്പിയൊക്കെ ചെലവഴിച്ചിട്ട് ഇപ്പോ ഒരു എമ്പുരാനോ ഒക്കെ കാണുന്ന. അത് ഒരുപക്ഷെ അതിലേറെ നല്ല അനുഭവങ്ങൾ ഈ തരം സിനിമകള് ഇപ്പോ 5 മിനിറ്റിന്റെ ഒരു സിനിമ കണ്ടു, ഇപ്പൊ കട്ട് അല്ലെങ്കിൽ അഗായ, മറ്റേ അനുഭവം ഏതാണ്, മധുര നെല്ലിക്ക, ജാഫറിന്റെ ഇന്നലെ കണ്ട സിനിമകള്, ഇതൊക്കെ
സാങ്കേതികമായിട്ട് ഒരു പക്ഷേ ഏറ്റവും പുതിയ ടെക്നോളജിയുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് അതിവേഗം അതിനെ മറികടക്കാൻ പറ്റുന്ന വിദഗ്ധരാണ് ഇവിടെ ഇരിക്കുന്ന ഈ സാധാരണക്കാരുടെ വേഷത്തിൽ ഇരിക്കുന്ന അതിസാധാരണ അമ്മാനുഷരാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. അവരെ കണ്ടാൽ വലിയ എന്താ പറയാ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നിക്കോളുന്നില്ല. പക്ഷെ അവരൊക്കെ കയ്യിലിരിപ്പ് വളരെ വലുതാണ്. അത് വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ പണം ചെലവാക്കിക്കൊണ്ട് വലിയ സിനിമകള് വലിയ സിനിമ അനുഭവങ്ങള് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഇന്നത്തെയും ഈ 6 സിനിമകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ അമേച്ചർ നാടകങ്ങള് കലാസമിതികളൊക്കെ ഏറ്റെടുത്ത് ചെയ്തതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഇത്തരം അമേച്ചർ സിനിമകൾ ചെയ്തുകൂടാ? ഒരു കലാസമിതിക്ക് പബ്ലിക് കലാസമിതിക്ക് വേണമെങ്കിൽ ചെയ്യാം. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടി, വലിയ ചെലവൊന്നുമില്ലല്ലോ. വളരെ കുറഞ്ഞ ചെലവില് എല്ലാ സാങ്കേതിക തികവോടും കൂടിയിട്ട് നല്ല നല്ല സിനിമകള്, അത് ഒരുപക്ഷെ ഇതുപോലെ ഈ സമൂഹത്തിന് പ്രയോജനം ഉണ്ടാക്കുന്ന സിനിമകള് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോ ലഹരിക്കെതിരെ, അല്ലെങ്കിൽ ഇത്തരം ഈ മദ്യപാനം തകർക്കുന്ന കുടുംബങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ പൊതുവെ ജനങ്ങളെ ഇങ്ങനെ ഒരു അതിജീവനത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഗ്രാമീണ കലാസമിതികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ സിനിമകൾ എടുക്കാൻ പറ്റും എന്നൊരു തോന്നലാണ് എനിക്ക് ഈ 2 ദിവസത്തെ സിനിമാനുഭവങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായത്. പിന്നെ അതില് അഭിനയിക്കുന്നവർ ആരും മോശക്കാരല്ല. മഞ്ജു ഒക്കെ ഒരു പ്രൊഫഷണൽ നടിയാണ്. ശരിക്കും 5 ചലച്ചിത്രോത്സവം ആക്കണമെന്ന് ഞാൻ പറഞ്ഞത് അഞ്ജുവിനോട്. ഇന്നലെ 2ഉം ഇന്ന് 1ഉം കാണിച്ചു. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. 5 ചലച്ചിത്രോത്സവം ആകാമായിരുന്നു. അതിലെനിക്ക് ഈ ഇമ്പിച്ചു ബാബയുടെ പറ്റിയുള്ള സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ആകെ എന്താ പറയാ, ഇമ്പിച്ചു ബാബയും നമ്മളും എത്ര ദശാബ്ദങ്ങൾ ദൂരെയാണ്. ആ ഒരു കാലം, നഷ്ടപ്പെട്ട ഒരു എന്താ പറയാ, ഈ പ്രത്യാശ അല്ലെങ്കിൽ ആശയങ്ങള്, ആ ഒരു കാലം ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന തരത്തില് നമ്മളിൽ ഒരുതരം നഷ്ടബോധമൊക്കെ ഉണ്ടാക്കുന്ന തരത്തില് അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ കാലത്ത് തീരെ അപ്രസക്തനാകും. പ്രത്യേകിച്ച് പരിപ്പുവടയും കട്ടൻ ചായയൊക്കെ കുടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാരുള്ള കാലത്ത് ഇമ്പിച്ചു ബാവ ഒരു പുരാണ കഥാപാത്രം പോലെ എനിക്ക് തോന്നി. എന്തായാലും അത്തരം അനുഭവങ്ങളൊക്കെ വളരെ ചെറിയ ചെലവിൽ പകർന്നു തരാൻ ഇത്തരം ഈ ഗ്രാമീണ കൂട്ടായ്മകൾക്ക് സാധിക്കും. അതിനുള്ള ഒരു പ്രചോദനം, ഒരു ഊർജം കിട്ടാൻ ഈ 2 ദിവസത്തെ പരിപാടി, ഈ ചലച്ചിത്ര മേള സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നലെയും ഇന്നായി നമ്മള് കുറെ ചെറിയ സിനിമകൾ കണ്ടു. ഇതെല്ലാം യൂട്യൂബിൽ നമ്മൾ കണ്ടിരുന്നെങ്കിലും ആരുടെയാണ് എന്താണെന്ന് അറിയുന്നിരുന്നില്ല. ഇന്നലത്തെ എല്ലാ സിനിമകളും ഇമ്പിച്ചു ബാവ എടുത്തു പറയേണ്ട ഒരു സംഭവമായിരുന്നു. ഇന്ന് ജാഫർ കുറ്റിപ്പുറത്തിന്റെ മധുരനെല്ലിക്ക കുട്ടികളുടെ നിഷ്കളങ്കത, കാര്യങ്ങൾക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നി. കാരണം തുറന്നു പറയാലോ, കഥ പറയുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമയുമായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ തോന്നിപ്പോയിരുന്നു. എന്തായാലും നല്ല ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഏതായിരുന്നു മേഡം? അല്ല കട്ട് കണ്ടു. കാരണം രാമേന്ദ്രൻ കപൂര് പലപ്പോഴും പുള്ളിയുടെ കൂടെ നമ്മൾ പാട്ടുകളുടെ സ്ഥലത്തൊക്കെ വെച്ച് കണ്ടു. പക്ഷെ രാമേന്ദ്രൻ ഇങ്ങനെ ഈ 6 മിനിറ്റ് കൊണ്ട് ഒരു 6 മണിക്കൂറിന്റെ സംഭവങ്ങൾ പറയുന്ന ഒരു സംഭവം ചെയ്യുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. പിന്നെ അഗായ, ഇന്നലെ ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടു. അതിന് എനിക്ക് അറിയില്ല, നേരിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളൊന്ന് ചിരിച്ചപ്പോ പുള്ളി ഒന്നും ചിരിച്ചു പോലും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതാ ഈ അഡ്വൈറ്റുള്ള ഒരു മനുഷ്യനെ വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമ ഉള്ളപ്പോ നമുക്ക് വിചാരിച്ചാൽ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്.
അപ്പോൾ ആ ചിരിക്കാത്തോണ്ടുള്ള വിഷമന്റ് മാറി. ഇത്രയും നല്ലൊരു സംഭവം ചെയ്തു. അതിന്റെ ഡയറക്ഷൻ സൂപ്പറായിരുന്നു. പിന്നെ അതിന്റെ എടുത്തു പറയാവുന്ന അതിന്റെ ഫോട്ടോഗ്രാഫി അതിമനോഹരമായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഓരോരോ സംഗതികൾ നമ്മൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിക്കണം. ഇന്ന് കണ്ടമാനം ആളും കൂടിയായിരുന്നു അല്ലെ? ഇഷ്ടംമാതിരി ആളുണ്ടായിരുന്നു. നമ്മളെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളെ ബാക്കിലേക്ക് നോക്കണില്ലല്ലോ. എന്തായാലും അപ്പോഴാണ് ഇപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഇതിനുള്ളില് ബേബിയുടെ കവിതയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യം കൊണ്ടും വളരെ മനോഹരമാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കലാസമിതിയും വായനശാലയും ചേർന്ന് ഇങ്ങനെ ഉള്ള പടങ്ങൾ കാണിക്കണം. ശിവരാജന്റെ ഇപ്പൊ ആരോ തമാശയില് പറഞ്ഞിരുന്നു കുറ്റിപ്പാലയിലെ ലാൽ ജോസ് ആണ് ശിവരാജ് എന്ന്. അപ്പൊ അദ്ദേഹത്തിന് ആ പടം കാണാണ്ട് ബാക്കിയുണ്ടായില്ല. ഈ ഷാജിയുടെ ആ ഭാഗം ഇനി നല്ല നല്ല ഭാഗങ്ങളുണ്ട് ഷാജിക്ക്. ഷാജിയൊക്കെ പണ്ട് മുതൽ അറിയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു ഇതൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ ഈ കലാസമിതിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് ഇവരൊക്കെ പരിചയപ്പെടാനും ഇവരുടെയൊക്കെ ഇത്രയും കഴിവുള്ള വ്യക്തികളാണെന്ന് മനസ്സിലായത്. അപ്പൊ ആരും നമുക്ക് അവരെ ബൂസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത കാരണമാണ് അവരൊക്കെ ഇപ്പോഴും ആ താഴെ സെറ്റിൽ തന്നെ കിടക്കല്. 2007 കുമാരേട്ടൻ മനോഹരമായ നടനാണ്, നല്ല നടനാണ്, കഴിവുള്ള നടനാണ്. അപ്പൊ എല്ലാ ആശംസകളും നേരെയാണ്. പക്ഷെ ഒരു അപേക്ഷ, ഒരു മാസത്തിൽ ഒരു സിനിമയെങ്കിലും എന്തിനുള്ളത് കാണിക്കാനുള്ളത് നമ്മുടെ കലാസമിതിയും വായനശാലയും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സിനിമ രണ്ട് രീതിയിലാണ് ജനിക്കുന്നത്. ചില സിനിമകൾ ആദ്യം എഴുത്ത് രൂപേണ ഉണ്ടാവുകയും പിന്നീട് ആ എഴുത്തിനെ, ആ ടെക്സ്റ്റിനെ വിഷ്വലൈസ് ചെയ്ത് സിനിമയിലേക്ക് പോവുകയും ചെയ്യും. ചില സിനിമകൾ ജനിക്കുന്നത് എങ്ങനെ? ആദ്യം തന്നെ ആ ഡയറക്ടർ ആ വിഷ്വലാണ് കണ്ടിട്ടുണ്ടാവുക. അയാൾ കണ്ട ആ വിഷ്വലിനെ തിരിച്ച് ഇങ്ങോട്ട് വായിച്ചെടുക്കുന്നതാണ് വേറെ സിനിമകൾ. അത് ആ വിഷ്വലിനെ ടെക്സ്റ്റ് തിരക്കഥയാക്കി കൊണ്ടതിന് ശേഷം വീണ്ടും അത് കണ്ട കാഴ്ചയെ പകർത്തി വീണ്ടും അത് പുനർജനിപ്പിക്കുന്നതാണ് വേറെ സിനിമകൾ. അപ്പൊ സിനിമകൾ ഒരിക്കലും സാദൃശ്യമുള്ള സിനിമകളല്ല, എല്ലാം അനുഭവങ്ങളാണ്. കാഴ്ചയുടെ അനുഭവങ്ങള്, കേട്ട അനുഭവങ്ങള്, പലതരത്തിലുള്ള അനുഭവങ്ങൾ, വായിച്ച അനുഭവം. ഇത്തരം അനുഭവങ്ങളാണ് അയാള് അപ്രവാളികളിലേക്ക് പകർത്തുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് ഈ ചുറ്റുപാടിൽ തന്നെ ആയതുകൊണ്ട് അയാൾ അനുഭവിച്ചറിയുന്ന സാദൃശ്യങ്ങൾ ഉണ്ടാവും. ആ സാദൃശ്യങ്ങൾ ഒരിക്കലും ഒന്നിനൊന്നിന്റെ കോപ്പിയാണെന്ന് വിചാരിക്കുന്നതേ തെറ്റാണ്. ഇവിടെ കുട്ടികൾ പൂക്കളാണ് എന്ന ഒരു മെസ്സേജ്, അതായത് പല സ്കൂളുകളിലും ടീച്ചേഴ്സ് കാറ്റഗറൈസ് ചെയ്യും കുട്ടികളെ. അവര് പറയുന്നതൊന്നും ശരിയല്ല. അവര് ആ ക്ലാസിന്റെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കേണ്ടവരാണ്. ചില കുട്ടികള് മുന്നിൽ ഇരിക്കേണ്ടവരാണ്. ഇത്തരം ചിന്തകളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. രണ്ടാമത്തത് സ്നേഹത്തിന്റെ, അത് ജാതി, ജീവിത ക്ലാസ്, അതായത് അസത്ത് ജന്മം എന്ന് വിശേഷിപ്പിച്ച് സ്നേഹത്തിന് വില കൊടുക്കാണ്ട് സ്വന്തം തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അനുവദിക്കാത്ത ഒരു കാരണവ സ്വഭാവത്തിൽ നിന്നും ഉണ്ടാവുന്ന ഒരു രണ്ട് കവിതാക്കൾക്ക് ഉണ്ടാവുന്ന വിഷമത്തിന്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തകർച്ചയെ കാണിക്കുന്ന ഒരു സിനിമ. ചെറിയ കട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഇന്നലെ അനുഭവിച്ചറിഞ്ഞ സിനിമകൾ, ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ, സ്ത്രീ ആവശ്യപ്പെടുന്നതൊന്നും നൽകാതെ സ്ത്രീയെ ഒരു പ്രത്യേക രീതിയിലുള്ള, ആ സിനിമയിൽ തന്നെ പറയുന്നത് അവളെ നിനക്ക് ഡ്രസ്സ് അലക്കി തരുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, ഇതുപോലെ, എന്നിട്ടെന്താ നീ കൊണ്ടുവരാത്തെന്ന് വരുമ്പോ അതല്ല സ്ത്രീ എന്ന് സ്ത്രീ തന്നെ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരനുഭവം. ഇതൊക്കെ ഉണ്ടാവുന്നത് അവനവന്റെ ചിന്തയിൽ രൂപപ്പെട്ടു വരുന്ന അനുഭവങ്ങളാണ്. അപ്പൊ അത്തരം സിനിമകളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ വിളിച്ചു പറയുക, അതിനെതിരെ എന്തെങ്കിലും ഒരു പുതിയ ഉണർവിന്റെ ഒരു നാമ്പ്
പൊടിപ്പിക്കാൻ ചെറിയ സിനിമകൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ സിനിമ എല്ലാം വിജയകരമാണ്, വിപ്ലവകരമാണ്. എല്ലാവർക്കും നമസ്കാരം. നാരായണമാഷ് പറഞ്ഞ പോലെ ഇവിടെ ഈ എല്ലാ മരുന്നിലേക്കും കുറുന്തോട്ടി എന്ന് പറഞ്ഞ പോലെ അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇവിടെ എന്തെടുത്താലും അതിൽ ഞാനുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുമ്പോ സെലക്ട് ചെയ്യുന്ന സിനിമകളിൽ നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അത് പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ അത് കാണുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു തരണോ. അതൊരു വലിയ ഭാഗ്യമാണ്. അത് ശരിക്കും നമുക്ക് വട്ടംകുളത്ത് സാധ്യമായതിന് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഞാൻ അടക്കമുള്ള എല്ലാവരോടും ആ ഒരു സന്തോഷം എനിക്ക് ഷെയർ ചെയ്യാൻ ഞാനിപ്പോ ഈ സമയം ഉപയോഗിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോ നേരത്തെ നന്നമശ് പറഞ്ഞ പോലെ നമ്മൾ 7 സിനിമകളായിരുന്നു കാണേണ്ടിയിരുന്നത്. അവസാനത്തെ സിനിമ ശിവരാജ് ചേട്ടന്റെ സിനിമ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല. എന്നാലും ഈ കഴിഞ്ഞ 6 സിനിമകളിൽ നമ്മൾ കണ്ട 6 സിനിമകളിൽ 3 എണ്ണത്തിലും ഞാനുണ്ട്. ബാക്കി 3 എണ്ണാണ് ഞാൻ കണ്ടതാണ്. മധുരനെല്ലിക്കയൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു സിനിമ കാണുന്നതിനേക്കാളും എത്രത്തോളം ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു മുറ്റത്തിരുന്ന് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ തുറസായ ഒരു സ്ഥലത്തിരുന്ന് സിനിമ കാണുന്നു, സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ആർക്കും സമയമില്ല എന്നുള്ള ഒരു വലിയ വിഷയം നിൽക്കുമ്പോൾ. പിന്നെ നമ്മൾ കണ്ട സിനിമകൾ എല്ലാം ഒരു പാറ്റേൺ സിനിമകളായിരുന്നില്ല. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സിനിമകളായിരുന്നു. പിന്നെ പല കാലഘട്ടങ്ങളിൽ ചിത്രീകരിച്ച സിനിമകൾ, പല ടെക്നോളജി. ഇപ്പൊ മൊബൈൽ ഫോണിലാണ് ഏട്ടന്റെ സിനിമ മുഴുവനമേ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ, എഡിറ്റ് ചെയ്തൊരു സിനിമ, വളരെ ടെക്നോളജി യൂസ് ചെയ്ത സിനിമകൾ. അപ്പൊ ഇതൊക്കെ കാണാൻ അറ്റ് എ ടൈം നമുക്ക് പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. സിനിമകൾ കണ്ട് അഭിപ്രായം അറിയിച്ചവർക്കും പിന്നെ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവിന് വേണ്ടി പ്രഷർ ചെയ്ത നല്ലവരായ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, താങ്ക് യു. ഈ സിനിമ ഞാൻ നേരത്തെ തുറന്നു പറഞ്ഞത് റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുണ്ടാണ്. അത് നമ്മുടെ ഈ VS സർക്കാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി പേര് ഞാൻ മറന്നു. അദ്ദേഹം അല്ല ഒരു കവിയൊക്കെയാണുള്ളത്, പാട്ടൊക്കെ എഴുതുന്ന കക്ഷി ജയകുമാർ സാർ. യെസ്, അദ്ദേഹം ഒരു സ്കൂളിലേക്ക് പോയ സമയത്ത് കുറച്ച് കുട്ടികൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, സാറ് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരൂ എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ആ സ്കൂളിലേക്ക് പോയി എന്നാണ് കേട്ടത്. ആ റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ രൂപം ഉണ്ടായിട്ടുള്ളത്. അതിൽ അഭിനയിച്ച രംഗത്തിന് ആരും തന്നെ പ്രൊഫഷണൽ അല്ല, എല്ലാവരും പറയുന്ന പുതിയ ആൾക്കാരാണ്. അതിന് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അശോകനാണ് അതിന്റെ ആർട്ട് ചെയ്തിട്ടുള്ളത്. അശോകൻ ഫിറ്റ് ചെയ്ത നെല്ലിക്കയാണ്, യഥാർത്ഥത്തിലുള്ള നെല്ലിക്കയല്ല. പിന്നെ എന്റെ സൗഹൃദങ്ങളിൽ രൂപം കണ്ട സിനിമയാണ്. എല്ലാവരും സ്ക്രിപ്റ്റിന്റെ തിരക്കഥ എഴുതിയ പ്രദീപിനാണെങ്കിലും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനാണെങ്കിലും എല്ലാവരും നമ്മുടെ സൗഹൃദങ്ങളിൽ, നാടക സൗഹൃദങ്ങളിൽ രൂപം കണ്ട ആൾക്കാരാണ്. അഭിനയിച്ചതൊക്കെ തന്നെ ആ പ്രദേശത്തുള്ള കുട്ടികളാണ്. അതെന്റെ ആദ്യത്തെ സിനിമയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയിട്ടാണ്. മറ്റൊരു സിനിമ കൂടി ചെയ്തിട്ട് അത് അടുത്ത പ്രദർശനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സിനിമയെ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയത് സിനിമ സ്വാഭാവികമായിട്ട് ഒരാൾ രേഖപ്പെടുത്താൻ പറയണ്ടേ. ഈ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയോട് സാമ്യം തോന്നാം. അത് അത് മാറ്റണം എന്ന് പലപ്പോഴും വിചാരിച്ചപ്പോൾ അത് വേണ്ട, അങ്ങനത്തെ നിന്നോട്ടെ. ആ നാടകത്തിന്റെ ടെക്സ്റ്റ് അങ്ങനെയാണ്. നാടകത്തിൽ അത് കുട്ടികൾ പൂക്കളാകുന്നു എന്ന് പറയുന്ന നാടകത്തിന്റെ ടെക്സ്റ്റ് അങ്ങനെയാണ്. പിന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ആദ്യം തന്നെ ഹൗണ്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ബാക്ക് ബെഞ്ചിൽ പഠിച്ച ഒരാളാണ്. ആ സിനിമ ആ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് ആദ്യം പെട്ടെന്ന് ക്ലിക്ക് ചെയ്തത് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, പ്രശസ്തമായ കോട്ടിംഗ് ഉണ്ട്. അതായത് ദ ബെസ്റ്റ് ബ്രെയിൻ ഓഫ് എ നാഷൻ യു വിൽ ഫൗണ്ട് ഇൻ ദ ലാസ്റ്റ് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല ബുദ്ധി എന്ന് പറയുന്നത് ആ സ്കൂളിലെ ഏറ്റവും ബാക്കിലിരുന്ന കുട്ടികളിലാണ്. ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളൊക്കെ പലപ്പോഴും എഞ്ചിനീയേഴ്സും വേറൊക്കെ ആയിട്ട് പോകുകയും പലപ്പോഴും ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയും ഏറ്റവും നന്നായിട്ട് രാഷ്ട്രത്തിലോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇതെന്നെ ഭയങ്കരമായിട്ട് ഹൗട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ കുട്ടികളെ നമ്മൾ പലപ്പോഴും, ഞാൻ ഈ കുട്ടികളുടെ നാടകവേദിയിൽ നിൽക്കുന്ന കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കുട്ടികളെ പലപ്പോഴും നമ്മൾ പല കാര്യത്തിലും ഞാൻ നല്ല രക്ഷിതാവല്ല എന്ന് പലപ്പോഴും ഞാനൊരു അധ്യാപകനായിരുന്നു, ഞാൻ അധ്യാപകനല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് തിരിച്ചറിയുമ്പോഴാണ്, കുട്ടികളോട് കൂടുതൽ ഇടപഴകുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും അന്വേഷിക്കൽപ്പെട്ടിരുന്നുണ്ട്.
പലത് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വേഷത്തിന്റെ പേരിൽ ഒക്കെ തന്നെ കുട്ടികൾ മാറ്റപ്പെടുന്നു. അപ്പൊ ആ കുട്ടികളെ എങ്ങനെ ഇതാക്കി എടുക്കാം? പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുന്നത് കുട്ടികളൊക്കെ തന്നെ വീട്ടിന് അടുത്ത് പെട്ടുപോയപ്പോൾ എങ്ങനെ അവരെ, ഇപ്പൊ ഞാൻ പ്രവാസിയായിരുന്നു, സാംസ്കാരിക സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് വേദികളുണ്ടായിരുന്നു. ആ കുട്ടികൾ, എന്റെ കുട്ടികൾ ഫ്ലാറ്റിനകത്ത് അകപ്പെട്ടപ്പോൾ നാട്ടിലെ കുട്ടികൾ അതേപോലെ തന്നെ. അപ്പൊ ആ കുട്ടികളെ എങ്ങനെ കുറെ കൂടി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ചിന്ത നമ്മൾ പിന്നീട് ബിഹൈൻഡുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സിനിമ രൂപം കൊണ്ടത്. എന്തായാലും മറ്റു സിനിമ ഞാൻ കണ്ടു, അതായ എന്റെ സുഹൃത്തുക്കളെ അനിൽ ചെയ്ത അതായ ഞാൻ അതിന്റെ ഫസ്റ്റ് പ്രിവ്യൂ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് കൂടിയിട്ടാണ്. മറ്റൊരു കട്ട് കാണാനായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഫോൺ വന്ന് പുറത്തേക്ക് പോയി ചായ കുടി തിരിച്ചെടുക്കുന്നത് കട്ട് കഴിച്ചു. മറ്റേ ഷിയായുടെ സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ പ്രദർശിപ്പിച്ച ശ്യാംകൃഷ്ണൻ ചെയ്ത ബിഷയെ കുറിച്ചുള്ള സിനിമ ഞാൻ അതിന്റെ ഫസ്റ്റ് പ്രിവ്യൂ ഷോ പൊന്നാനി വെച്ച് കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം അഞ്ജു അഭിനയിച്ച, സത്യം പറഞ്ഞാൽ അത് വളരെ അഞ്ജുവിന്റെ ഒരു ഷോ ആയിട്ട് തന്നെ മാറ്റേണ്ട ഒരു ഫെസ്റ്റിവൽ, അഞ്ജു ഫെസ്റ്റിവൽ എന്നുള്ള വിധത്തിൽ അല്ല, അതൊരു നല്ല കാര്യമാണ്. അഞ്ജുവിനെ ഈ നാട്ടിലെ ആൾക്കാർ അംഗീകരിക്കുന്നു. അങ്ങനെ പറയാൻ തന്നെ പറയുന്നില്ല. അഞ്ജു നല്ല നടിയാണ്, നല്ല റേഞ്ചുള്ള. ഞാൻ നേരത്തെ അഞ്ജുവിനെ കുറിച്ച് അഞ്ജുനോട് പറയായിരുന്നു. കഴിഞ്ഞ ഇപ്പോൾ നന്ദിയെ കൂടെ രാജേഷിന്റെ അടുത്ത് സുഹൃത്ത് കൂടിയിട്ടാണ്. നല്ല സിനിമയായിരുന്നു, വളരെ നല്ല. പ്രത്യേകിച്ച് ആ ഒരു വേൾഡ് വുമൻസ് ഡേ അന്നാണ് അത് ചെയ്തിരുന്നല്ലേ. കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരിക്കലും കൂടി ഇത്തരത്തിലുള്ള വേദികൾ സംഘടിപ്പിക്കുമ്പോൾ അത് അമ്പിളിക്കൊന്നും ഒരു അമ്പിളിയായിട്ട് തന്നെ നല്ല മുതൽക്കൂട്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെയധികം അഭിമാനമുണ്ട്. എല്ലാവിധ ഭാവങ്ങളും. നന്ദി, നമസ്കാരം. നമ്മളൊരു സുഹൃത്ത് പറയുണ്ടായി, അതായത് അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിനോട് ചിരിച്ചു, അദ്ദേഹം മറുപടി ആയിട്ടൊന്നും എന്നോട് ചിരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. മനഃപൂർവ്വം അല്ല കേട്ടോ, ഒരിക്കലും മനഃപൂർവ്വം അല്ല. പൊതുവെ വട്ടംകുളത്ത് കേൾക്കുമ്പോ ഉള്ളിലൊരു ഭയമുണ്ട്. പരിചയമില്ലാത്ത ആൾക്കാരോട് ചിരിക്കാറില്ല. അങ്ങനെ ചിരിച്ചാൽ അപകടം ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ പതിവില്ലാതെ ഒരു ചിരി ഇല്ല. അതുകൊണ്ടാണ്, സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അതൊരു അപകടമായിട്ട് കണക്കൂട്ടരുത്. എന്നും അത് നമ്മള് ഈ രൂപത്തിൽ അതൊന്നുമില്ല, അത് സത്യമാണ്, വാസ്തവമാണ്. അപ്പം അങ്ങനെ പറയാം. പിന്നെ സിനിമയെ കുറിച്ച് ഇവിടെ വിലയിരുത്തുണ്ടായി. അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പറയാനുള്ള ഒരു കഴിവില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ കാണുന്ന ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നു, അത് എഴുതി വെക്കുന്നു, പിന്നീട് അത് ചിത്രമായോ അല്ലെങ്കിൽ എഴുത്തായോ പരിണമിക്കുന്നു അല്ലാതെ അതിലപ്പാത്ത വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ നമുക്കിവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ വേദിയും സദസ്സും. അത് നമ്മളാരും മറക്കരുത് എന്നെനിക്ക് പറയാൻ നിങ്ങളോട് ഞാൻ പറയാണ്. അത് മറക്കരുത്. കാരണം കഴിവുള്ള കലാകാരന്മാർ ഒരുപാടുണ്ട് ഈ ഭാഗത്ത്. ഒക്കെ ഒളിച്ചിരിക്കണം തന്നെ പറയണം, അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. നമ്മളിപ്പം പുതിയതായിട്ട് പറയുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഈ പുതിയതായിട്ട് ഇറങ്ങിയുള്ള സിനിമകളെ കുറിച്ചാണ്, അതിന്റെ നിരൂപണത്തെ കുറിച്ചാണ്. എമ്പുരാൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ പുറകെ പോകുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കൂടി അതിന് ഒരു വിലങ്ങിടുന്നു എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതും നമ്മളൊരു കൊമേഴ്സ്യൽ ഒരു ആ ലെവലിൽ ചിന്തിക്കുന്ന ആളുകളല്ല. നമ്മളൊക്കെ ഗ്രാമവും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കഴിവുകളും ഒക്കെ കൂട്ടിയോജിപ്പിച്ച് നമ്മുടെ ഗ്രാമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വിദ്യാലയങ്ങളും അല്ലെങ്കിൽ കലാ സാംസ്കാരികമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതിനകത്ത് നമ്മുടെ കലയെ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം വലിയ രീതിയിൽ ചിന്തിച്ചാൽ നമുക്കതിനകത്ത് വലിയ നഷ്ടം സംഭവിക്കും എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മാത്രം തോന്നലാണെങ്കിൽ അത് ക്ഷമിക്കണം. അപ്പം ഒരിക്കൽ കൂടി സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഈ സ്കൂൾ അധികൃതരോട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കാരണം ഈ സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായ ഒരു അധ്യാപകൻ ശങ്കരൻ നമ്പൂരി മാഷാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഒരു അധ്യാപകനായിട്ടല്ല, അദ്ദേഹം എന്തോ പറയാ, ശരിക്കും നമുക്കൊന്ന് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്ത വളരെ ഒരാളാണ്. അപ്പൊ ഒരു തല്ലലും തലോടലും അത് അദ്ദേഹത്തിന് ധാരാളം കിട്ടിയിരുന്നു. തല്ലും തലോടലും ധാരാളം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരാളാണ് ശങ്കരൻ നമ്പൂരി മാഷ്. അദ്ദേഹത്തെ സ്മരിക്കാതെ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ അകായുടെ ഷോ കഴിഞ്ഞപ്പോ
നമ്മുടെ ഹെഡ്മാഷ് ശങ്കരൻ മാഷ് എന്ന് പറഞ്ഞു നന്നായി അനില എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു അംഗീകാരമൊന്നും നമുക്ക് ഈ പ്രായശത്തിന് കിട്ടാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, നമുക്കൊരു ടീം ഇവിടെ ബിൽഡ് ചെയ്തെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് എല്ലാവരുടെ ഭാഗത്തും സഹായം ഉണ്ടാവണം, അതിന് മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ അടിസ്ഥാനപരമായി ഒരു സിനിമാകാരനോ ചലച്ചിത്ര പ്രവർത്തകനോ ഒന്നുമല്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകരോട്, രാജേഷ് മുതൽ ജാഫർക്ക് വരെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ജാഫർ പനാഹി എന്ന ചലച്ചിത്ര സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയുടെ ലക്ഷണം കഥ പറഞ്ഞു പോകലല്ല, സിനിമയുടെ ലക്ഷണം അത് അനുഭവിപ്പിക്കലാണ്. കഥ പറഞ്ഞു പോകലല്ല സിനിമയുടെ ലക്ഷണം, അത് അനുഭവിപ്പിക്കലാണ്. എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പണ്ട് വാട്ടർ ഫയർ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചലച്ചിത്ര താരം, ചലച്ചിത്ര ഇതിഹാസമായ ഷബാന ഹാഷ്മിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരികയുണ്ടായി. അന്ന് ആ ഇന്റർവ്യൂ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് നമ്മുടെ പൊന്നാനിയിലെ ചലച്ചിത്ര പ്രവർത്തകനായ ഉമ്മറൂട്ടി സാറാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഇന്ന് സിനിമയുടെ ഭാഷയും രാഷ്ട്രീയവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കകളോട് നോക്കിക്കാണുന്ന കാലത്താണ് നമ്മൾ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. സമൂഹം മറച്ചുവെക്കുന്ന കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ രാഷ്ട്രീയം. ഇപ്പോൾ ശിവരായട്ടന്റെ സിനിമയുടെ ഒരു ചെറിയ ഭാഗം, ചെറിയൊരു സ്പാർക്കാണ് നമുക്ക് കണ്ടത്. അത് ഈ സാങ്കേതികതയുടെ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ്. പക്ഷെ അത് കണ്ടപ്പോൾ സിനിമയുടെ ഭാഷ എന്താണെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഇത് എന്റേത് കൂടിയാണെന്ന തോന്നലുണ്ടാവുമ്പോഴാണ് സിനിമയുടെ ഭാഷ രൂപപ്പെടുന്നത്. ഇത് എന്റേത് കൂടിയാണ് എന്ന് തോന്നലുണ്ടാവുമ്പോഴാണ് സിനിമയുടെ ഭാഷ രൂപപ്പെടുന്നത്. അപ്പോഴാണ് അന്ന് ഷബാന ഹാഷ്മിയോട് ഞങ്ങൾ ചോദിച്ചു, വാട്ടർ ഫയർ തുടങ്ങിയിട്ടുള്ള സിനിമകളുടെ പ്രതികരണം എന്താണ്? ഞാൻ വളരെ സന്തുഷ്ടയാണ്. സിനിമ കാണുമ്പോൾ ആളുകൾ ദുഃഖിക്കുന്നവരുണ്ട്, കോപിക്കുന്നവരുണ്ട്, നിരാശരാകുന്നവരുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറിവിലേക്കുള്ള ഒരു യാത്രയാണ്. ചോദിക്കുക എന്നത് അറിവിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരുപക്ഷെ ശിവരാജേട്ടന്റെ സമക്ഷത്തിങ്കലിന്റെ ഒരു കഷ്ണം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് ശിവരാജേട്ടന്റെ സിനിമകളെ പറ്റിയിട്ടുള്ള വലിയ ആശങ്കകൾ നമ്മളിലേക്ക് തരുന്നുണ്ട്. അപ്പോ ഒരുപക്ഷെ റാഞ്ചിയുടെ റിവ്യൂ എന്നോട് എഴുതാൻ പറഞ്ഞിട്ട് എനിക്ക് ധൈര്യമില്ല. അപ്പൊ അത്രയും ഒരു എഫേർട്ട് ആ സിനിമയുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ജാഫർ ഖാന്റെ സിനിമ നല്ല സിനിമയാണ്, രാജേഷിന്റെ സിനിമ നല്ല സിനിമയാണ്. പക്ഷെ കുറച്ച് ഫെസ്റ്റിവൽ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോ ഇത് കൂടാതെ ഞാൻ ഇവിടെ വരാൻ കാരണം, അഷ്റഫ് ഖയാണ് എന്നെ വിളിച്ചത്. അഷ്റഫ് ഖ ഒരു സിനിമാക്കാരനാണ്. സിനിമകൾ നന്നായി ചെയ്യണം എന്ന സിനിമ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതുപോലെ വട്ടംകുളത്ത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടി ഉണ്ട്, ഒരു ചലച്ചിത്ര നടി കൂടി ഉണ്ട്. വലിയ ബിഗ് ഫിലിമിലൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ അജിതേച്ചി. ഒരുപക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല, സജി ഏട്ടന്റെ വൈഫ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ സിനിമയിലേക്ക് വരേണ്ടവര് സിനിമയിലേക്ക് വരും, അവരെ അങ്ങനെ പിടിച്ചു കൊണ്ടുവരൊന്നും വേണ്ട. എന്തായാലും നിങ്ങളോട്, നിങ്ങളുടെയൊക്കെ മേഖല ചരിത്രമാണ്, എന്റെ മേഖല ചരിത്രമേ അല്ല. എങ്കിലും ഒരു അധിക പ്രസംഗം ഈ വൈകിയ വേളയിൽ പറഞ്ഞതിന് ആ മാപ്പ്. സമയം വൈകിയിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ഷോ കഴിയേണ്ട സമയമായി സിനിമയാണെങ്കിൽ. എന്തായാലും 2-3 ദിവസത്തെ സിനിമകൾ കണ്ടതിൽ എനിക്ക് ചില അനുഭവങ്ങൾ, ഓർമ്മകളാണ് വരുന്നത്. ഒന്ന്, അഞ്ജുവിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. കാരണം പലതരത്തിലുള്ള റേഞ്ചാണ്. പക്ഷെ എപ്പോഴും ഒരു ഇടിച്ചു താഴ്ത്തപ്പെട്ട ഒരു വേഷങ്ങളാണ് കിട്ടുന്നത്. എന്താണാവും? അതുകൊണ്ടല്ല, അതിന്റെ ആവശ്യം അതാണ്. അഭിനയത്തിന്റെ ഒരു കപ്പാസിറ്റി എല്ലാവർക്കും പറ്റില്ല ആ റോൾ അഭിനയിക്കാനേ. അതുകൊണ്ടാണ് അത് കിട്ടുന്നത്. അത് വളരെ അപൂർവമായിട്ട് എല്ലാവർക്കും പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഗ്ലാമർ നടികളായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ ആദ്യത്തെ സിനിമ കണ്ടപ്പോൾ, ചിത കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ സിനിമ രാജാ ഹരിശ്ചന്ദ്ര സിനിമയാണ്. താരാമതി എന്ന് പറഞ്ഞ ഈ ഹരിശ്ചന്ദ്രന്റെ ഭാര്യ ലോഹിതാക്ഷൻ എന്ന ഒരു കുട്ടീനെ മരിച്ചിട്ട് കൊണ്ടുപോവാണ് ചെതയിലേക്ക്. അപ്പൊ ചോദിക്കുന്നുണ്ട് ഹരിശ്ചന്ദ്രൻ, പൈസ ഉണ്ടോ? പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ദയിപ്പിക്കുള്ളൂ എന്ന്. അതേ കഥാപാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ദയിപ്പിക്കില്ല, അങ്ങനെ ദയിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഈ കഴുത്തിലെ
മംഗലസൂത്രം എടുത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവാണ് ഇത് എന്റെ ഭാര്യയാണെന്ന്. അങ്ങനെ ഒരു ഇതുണ്ട് ആ സിനിമ കണ്ടപ്പോ. ഇത് രണ്ടാമത്തെ സിനിമ കണ്ട ഹിമയിൽ ഇവിടെ പറഞ്ഞപ്പോ സുമേഷ് പറഞ്ഞ ശബന ആസ്മിയുടെ അർത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഇതേപോലുള്ള സീനുകളാണ്. അർത്ത് എന്ന് പറഞ്ഞാൽ വളരെ അവർക്ക് ഏറ്റവും നാഷണൽ നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയൊരു സിനിമയാണ് അർത്ത്. അതിൽ ഇതേ സീനുകളാണ്. ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോവാണ്. ഇതേമാതിരിയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അത് 2-3 ഉണ്ട്. അതേമാതിരി നമുക്ക് മലയാളത്തിലുണ്ട് ഒരു സിനിമ കുറച്ചുള്ള വാടകയ്ക്ക് ഒരു ഹൃദയം, കുറച്ച് അതൊരു ഓർമ്മ വന്നു. പിന്നെ മധുര നെല്ലിക്ക ആദ്യം കുറച്ച് പുളിപ്പ് തോന്നി, പക്ഷെ നല്ല വെള്ളം കുടിച്ചപ്പോ നല്ല മധുരം തോന്നി. ജാഫർ വളരെ നന്നായിട്ടുണ്ട്. അവസാനം ഒരു ഇതുണ്ടായാലും അതില് മുഴുവൻ ഡീപ്പ് മൈക്രോതിലേക്ക് ഞാൻ പോകുന്നില്ല എല്ലാം. പിന്നെ നമ്മൾ ഏതാന്ന് ഒന്ന് കണ്ടത് അകായ, അത് ഞാൻ മുമ്പ് കണ്ടതാണ്. അതില് അഭിനയത്തിനെ കുറിച്ചാണ് എനിക്ക് പൊതുവെ എല്ലാവരും പറയുന്നത്. ആനന്ദൊക്കെ ചെറിയൊരു സീനാണെങ്കിൽ കൂടിയിട്ട് അത് വളരെ വൈകാരികമാക്കി ഗംഭീരമാക്കി ആനന്ദ്. പിന്നെ കുമാരേട്ടനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ വേഷത്തിൽ ഒരു പൂണൂലിട്ട കർക്കടാങ്കുന്നായി ആ ഭാഷ മാറുകയാണ്. പിന്നെ നമ്പൂരി ഭാഷയാവാണ്. അത്രയും നല്ല നടനാണ്. പിന്നെ മണികണ്ഠന്റെ കുറെ നമ്മൾ തെരുവ് നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ എടപ്പാട്, അത് നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളൊരു വളരെ കപ്പാസിറ്റി ഉള്ള. അതാണ് നമുക്ക് നല്ല നല്ല നടന്മാരുണ്ട്, നല്ല നല്ല അഭിനേതാക്കൾ. ആ ചെറിയ കുട്ടി നമ്മളെ ആർദ്ര വളരെ ഞങ്ങളുടെ ഒപ്പം തേന്മാവിലുണ്ടായിരുന്നല്ലേ. വളരെ എത്രയോ ദിവസം കൊണ്ട് ഡയലോഗ് പഠിച്ച് ഉയർന്നു വരുന്ന നടികളും നടന്മാരും ഒക്കെ ആദർശം ഇവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത് വളർന്നു വരുന്നൊരു നടൻ. അവർക്കൊക്കെ സ്കൂളിലൊക്കെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരാണ് പല റേഞ്ചില്. വെറും നാടകമല്ല അവരുടെ ഇതില്. പിന്നെ അത് കൂടാതെ നമുക്ക് കണ്ടുള്ള ഇവിടെ സജി ഉണ്ട് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നത്. അവിടെ സജീനെ കണ്ടില്ല. ഒരു ചെറിയ ഒരു ഇതേ കണ്ടില്ല, ഒരു സ്പോട്ട് എങ്കിലും നന്നായി. അതുമാതിരി അഭിനയിച്ച എല്ലാവരും. പാറൂട്ടിയമ്മ നമ്മളിവിടെ ഇല്ല. അവര് വളരെ നന്നായി അഭിനയിച്ചു ആ കായല്. അതിന്റെ കഥയും അതൊക്കെ വേറെ വിഷയങ്ങൾ. അതില് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളതൊക്കെ ഇഷ്യൂസ് വേറെ. പക്ഷെ പൊതുവെ ഇങ്ങനത്തെ പരിപാടികളെ എല്ലാവരും കൂട്ടമായിരുന്ന് കാണാൻ പറ്റുന്ന, ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന, അതിനെക്കുറിച്ച് വിമർശിക്കാൻ പറ്റുന്ന ഒരു മേഖല ഉണ്ടായി എന്നുള്ളതാണ് അമ്പിളി കലാസമിതി ഇവിടെ അവതരിപ്പിച്ചത്. അത് വളരെ സന്തോഷം. ഇനിയും ഉണ്ടാവട്ടെ ഇത്തരം കൂട്ടായ്മകള്. പുതിയ പുതിയ നടന്മാര് വരട്ടെ. എന്തായാലും ശിവരാജ് ഒന്നുകൂടി ടെക്നിക്കലി പുരോഗമിക്കട്ടെ. ഒരു പെൻഡ്രൈവിലാക്കി എന്തെങ്കിലും ചെയ്തിട്ട് ശരിയാക്കണം. അതിൽ നന്നായിരുന്നു. അതിന് അഭിനയിച്ച അത്രയും സീന് നന്നായി തോന്നി. എന്തായാലും വന്നവർക്കും ജാഫറിനും അനിലിനും രാമേന്ദ്രനും എല്ലാവർക്കും നന്ദി. അഭിനയിച്ച എല്ലാവർക്കും, അഞ്ജുവിന് പ്രത്യേകം കയ്യടി കൊടുക്കണമെന്ന്. എന്തായാലും സന്തോഷം. നമസ്കാരം. സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ അഞ്ജുവിന്റെ കൂടെയൊക്കെ സിനിമയിലെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളിപ്പോ ഈ പല സിനിമകളും കണ്ടത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ അധികവും നാടക നടന്മാരാണ് അധികം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ നാടകത്തിൽ നിന്ന് സിനിമയ്ക്ക് വരുമ്പോ ചിലപ്പോഴൊക്കെ ഇപ്പൊ അഞ്ജുവിനൊക്കെ അത് പലപ്പോഴും അഭിനയിക്കുന്ന സമയത്ത് പറയും അതിൽ നാടകം എന്ന് പറയും, നാടകം വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ ഈ നാടകം പലപ്പോഴും സിനിമയ്ക്ക് വരുമ്പോ പലപ്പോഴും നാടകം കയറി വരാറുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇതിനിടയ്ക്ക് അങ്ങനെ വരാറുണ്ട് ഷൂട്ടിങ്ങിന്റെ സമയത്ത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച സംവിധായകരാണ് കൂടുതൽ സംസാരിച്ചത്. ഇതിന്റെ പിറകില് മറ്റു പലരും, ഇപ്പൊ സംഗീതം നമുക്കറിയാം, മധുര നെല്ലിക്കയില് ജോയ് മാഷാണ് സംഗീതം കൊടുത്തിട്ടുള്ളത്. ആ മധുര നെല്ലിക്കയില് ഹെഡ് മാഷായിട്ട് അഭിനയിച്ച ജോയ് മാഷാണ് ഇതിന്റെ സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സംഗീതം കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു അലോസരമാവാത്ത രീതിയിൽ നമുക്കത് ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെ പശ്ചാത്തല സംഗീതമൊക്കെ അതിന്റെ വഴിക്ക് ഇങ്ങനെ നമ്മളെ ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ജോയ് മാഷ്ക്കും അതിന് പുരസ്കാരം കിട്ടിയിട്ടുള്ള ആള്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഇതിലെ വേറെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇതിലെ 4 സിനിമകൾക്ക് കലാസംവിധാനം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റോട് ഇരിക്കുന്നുണ്ട്. അത് നമ്മളാരും നമുക്ക് പലപ്പോഴും അത് ശ്രദ്ധയിൽ പെടില്ല, ഈ കലാസംവിധാനം എന്താന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയേണ്ടി വരും. എന്താണ് ഇതിന്റെ സിനിമയിലെ കലാസംവിധാനം എന്നുള്ളത് നമ്മുടെ ഈ പേര് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ ഇതിലെ 4 സിനിമകളിലും വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് അകായ പോലുള്ള സിനിമയിലും മധുര നെല്ലിക്കയിലൊക്കെ വളരെ ഗംഭീരമായിട്ട് കലാസംവിധാനം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അശോകേട്ടൻ. അശോകനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തെ രണ്ടുപേർക്ക് സംസാരിക്കുന്നു. ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അമ്പിളി കലാസമിതി വട്ടംകുളം 50ാം വാർഷികത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു.
ഇത് നമ്മളെ ജോൺ അബ്രാഹം എല്ലാവരുടെ കയ്യിൽ നിന്നും ഓരോ രൂപമൊക്കെ വാങ്ങിയിട്ട് സിനിമ ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. മറ്റ് സിനിമകളിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ കാണിക്കുന്ന സിനിമകൾ സംവിധാനം ചെയ്യുന്ന ജോൺ അബ്രാഹമിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹമാണ് നമുക്ക് ഈ രംഗത്തേക്ക് ഒരു വഴികാട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ സിനിമയുടെ പ്രധാന ഒരു ഘടകമാണ് കലാസംവിധാനം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആദ്യം വരുന്നതും അവസാനം പോകുന്നതും കലാസംവിധായകരാണ്. അപ്പൊ ഈ സിനിമകളിൽ ഇപ്പൊ ഈ 4 സിനിമകളിൽ ഞാൻ ചെയ്തെങ്കിലും കൂടി അതിൽ ഡയറക്ടറും ബാക്കിയുള്ളവരും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അവർ കഥ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളെ വിളിക്കുക. ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന സംഭവങ്ങൾ അതിൽ വേണം, അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സംസാരിച്ച് നമ്മൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ടെൻഷനാവും. അതൊക്കെ ചെയ്തൊപ്പിക്കേണ്ടത്. അപ്പം അഞ്ജുവിൻ്റെ ചിത വരയ്ക്കുന്ന സമയത്ത് 2 ചാക്ക് വെണ്ണൂർ കൊണ്ടാണ് ഞാൻ ആ സെമിത്തേരി 2 ചാക്ക് വെറും വെണ്ണൂർ മാത്രം, പിന്നെ കുറച്ച് വിറകും കൊണ്ടിട്ട്. പക്ഷെ അന്ന് അഞ്ജുവിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഷോട്ടനാണ് ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ ഗ്ലിസറിനാക്കിന് ഷോട്ടൻ കാരണമാണ് ഞാനിതിൽ ഈ സിനിമയിൽ കരയുന്നത്. കരണ്ട് കൊടുക്കുന്നത്. അപ്പൊ അത് സന്തോഷം. പിന്നെ ഈ അകായൊക്കെ ഒറ്റയ്ക്ക് ചെയ്താണ്. അല്ലെങ്കിൽ പിന്നെ അനിയേട്ടൻ മണി കൂടല്ലൂര് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ശിവരാജ് ഞങ്ങൾ 10-25 കൊല്ലമുള്ള ബന്ധമാണ്. ഇവിടെ ഉള്ള കുറെ ആളുകൾ നമ്മളെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് അവര്. അതുകൊണ്ടാണ് ഞാൻ അത്രയും നേരം ഈ വർക്കിന്റെ സ്ഥലത്ത് നിന്ന് വിളിച്ച ഇങ്ങോട്ട് വന്നത്. ജാഫർ ഇതിന്റെ നെല്ലിക്കയില് ആ നെല്ലിക്കൊക്കെ കെട്ടി ആ കുട്ടികൾ പറിക്കുന്ന നെല്ലിക്കൊക്കെ ഞങ്ങൾ അവിടെ തെറ്റ് ചെയ്താണ്. അപ്പോ നല്ല ബുദ്ധിമുട്ടാണ് ആർട്ടിന്റെ കാര്യത്തില്. പിന്നെ നന്മകളൊക്കെ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യുന്ന ആരും അറിയാതിരിക്കാൻ, നന്മകളും കഴിഞ്ഞ സംഭവങ്ങളും ആരും അറിയാതിരിക്കാൻ പോകുന്ന സിനിമകളുടെ നന്മകൾ കട്ട് ചെയ്യുന്ന ഈ കാര്യത്തിൽ നമുക്ക് ഈ നിർമ്മാല്യം എന്നൊരു സിനിമ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിലുള്ള സാങ്കേതിക പ്രവർത്തക നടന്മാരൊക്കെ അവർ തച്ചു പോന്നിട്ടുണ്ടാവും, ആരാന്ന് പറയുന്നില്ല. അപ്പോ നമ്മൾ അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ ദേശീയ ചലച്ചിത്ര പ്രദർശന പരിപാടികളിലൊക്കെ റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഇനയുണ്ടാവും. അതായത് ഒരാളുടെ തന്നെ സിനിമകൾ അവർ സംവിധാനം ചെയ്താണെങ്കിൽ അങ്ങനെ അയാൾ സംവിധാനം ചെയ്ത കുറേ സിനിമകൾ, അല്ലെങ്കിൽ നടൻ അവർ അഭിനയിച്ച പടങ്ങൾ, അങ്ങനെ. രണ്ടാമത് അങ്ങനെ ഓരോ ആളുകളും ചെയ്ത വർക്കുകൾ കൂടുതൽ വരുമ്പോൾ അവർ റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു ഗണത്തിൽ ഏർപ്പെടുത്തും. സത്യത്തിൽ ഈ ഒരു ഫെസ്റ്റിവലിൽ ഇന്നലെ മുതൽ ഇന്ന് അത് 5 റിട്രോസ്പെക്റ്റീവ് ഫെസ്റ്റിവലായിട്ട് മാറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അശോകൻ കുറ്റിപ്പുറത്തിന്റെ ഏറ്റവും കൂടുതൽ ഈ സിനിമകളിൽ ഇപ്പൊ നമ്മൾ ഇന്നലെയും ഇന്നും കാണുന്ന സിനിമകളിൽ കൂടുതൽ അഭിനയിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് റിട്രോസ്പെക്റ്റീവ്, സത്യം പറഞ്ഞാൽ അവരെ മാത്രം കേന്ദ്രീകരിച്ച സിനിമകൾ നമുക്ക് ഈ 2 ദിവസം പ്രദർശിപ്പിക്കാവുന്നുള്ളൂ. അത്രയുണ്ട്. അശോകേട്ടന്റെ കാര്യമാണെങ്കിൽ അശോകൻ കുറ്റിപ്പുറം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ കാണുന്ന സിനിമകളല്ലാണ്ട് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫീച്ചർ ഫിലിമിൽ മെയിൻ ആർട്ടിസ്റ്റ് അശോകേട്ടനാണ്. അങ്ങനെ ഒരു റിട്രോസ്പെക്റ്റീവ് പരിപാടിയോടുകൂടി നമ്മൾ ഇത് ചെയ്യണം, അംബിലിക്കൽ ഹൗസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സിനിമയുടെ ഒരു പ്രശ്നം ഒന്നുകൂടി പറയുമ്പോൾ, സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ ഷോർട്ട് ഫിലിം ഇല്ല, ഡോക്യുമെന്ററി ഇല്ല, ഒക്കെ സിനിമകളാണ്. ഷോർട്ട് ഫിലിമിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ലൂമിയ ബ്രദേഴ്സ് ആദ്യം എടുത്തതൊക്കെ ഷോർട്ട് ഫിലിമാണ്. അത് സിനിമകളാണ്. ട്രെയിൻ കമ്മിങ്, ഫാക്ടറി വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ സിനിമകളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ സിനിമ വേറെ ഷോർട്ട് ഫിലിം വേറെ അങ്ങനെ ഇല്ല. ഇപ്പോൾ ഡോക്യുമെന്ററി കൂടി അങ്ങനെ ഇല്ല, ഡോക്യുമെന്റ്സ് ആണ് ഒക്കെ. വിറാഖ് പോലുള്ള ഫിലിമുകളൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഗുജറാത്തിനെ പ്രതിരോധിച്ച അല്ലെങ്കിൽ അതിനെ പ്രദർശിപ്പിച്ച ഒരു ഫിലിമായിരുന്നു നമ്മുടെ ഈ നന്ദിദാസിന്റെ ഫിലിമൊക്കെ. അത്രയും അതൊക്കെ ഡോക്യുമെന്റ് തലത്തിലാണ് നമുക്ക് വീക്ഷിക്കുന്നെങ്കിൽ സിനിമയാണ് അതൊക്കെ. എന്തിനു വെറുതെ നമ്മൾ ഈ ഇപ്പം ഹിറ്റ്ലർ ഇവരുടെയൊക്കെ ഭീകരപ്രവർത്തനം ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കിയതും സിനിമ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തതും ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങേറെ എല്ലാ ക്രൂരതകളും ഇയാൾ ക്യാമറയിൽ പകർത്തും. അതിന് ഏറ്റവും വലിയ സാധനമാണ് നൈറ്റ് ആൻഡ് ഫോഗ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അതൊരു ഡോക്യുമെന്ററി, പക്ഷെ ഫിലിമായിട്ടാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ. അതാണ് നൈറ്റ് ആൻഡ് ഫോഗിന്റെ ഓരോ ഫ്രെയിമുകളും എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു,
എന്താണ് ചെയ്തത്, ഏരിയൽ ഷോട്ടാണ്, ബിഗ് ഷോട്ടാണ്, ലോങ് ഷോട്ടാണ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പോയി. അപ്പൊ അത്രയും മനോഹരമായിട്ട് അവരുടെ ചെയ്യുന്ന വെച്ചാൽ അയാൾ തടവുക പുള്ളികളുടെ തലയറുത്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, തോല് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ ഇറച്ചികൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ അതൊക്കെ ഇങ്ങനെ പച്ചക്ക് നമുക്ക് കാണിച്ചു തരാം. എല്ല് ഉപയോഗിച്ചിട്ട്, മുട ഉപയോഗിച്ചിട്ട്, അതൊക്കെ അത്രയും കാര്യങ്ങൾ ഈ ക്യാമറകൾ കൊണ്ട് അയാള് ചിത്രീകരിച്ച്, അയാളുടെ ക്യാമറയിൽ ഹെലികോപ്റ്ററിലൊക്കെ ഇരുന്ന് ചെയ്ത ഒരുപാട് വർക്കുകൾ കിട്ടും. അങ്ങനെ ഹിറ്റ്ലർ അങ്ങനെ നമ്മൾ ചെറുതായി കണ്ട വലിയ മനുഷ്യനാണ്. ഏത് കാര്യത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതേ സ്വഭാവം തന്നെയാണ് നമ്മൾ, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവമാണ്, ഈ സ്വഭാവം തന്നെയാണ് ഇവിടെ വരുമ്പോഴും സംഭവിക്കുന്നത്. അവർ ക്രൂരതകൾ ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ കാണിച്ചു തരുന്നു, ആളുകളെ ചവിട്ടിട്ട് മൂത്രമൊഴിപ്പിക്കുന്നു, അതൊക്കെ അവർ തന്നെ ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അവർ നമ്മളെ കാണിക്കും. ഇത് അതിൻ്റെ ഒരു വേൾഡ് ഇതും നമ്മളെ ഈ ദേശീയ കാര്യങ്ങളുമായിട്ടൊരു ഭയങ്കര ബന്ധമുണ്ട്. അത് മുസോളിനി മുതൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മള് ഇയാൾ ഹിറ്റ്ലറിന് മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ കുറെ കാര്യങ്ങൾ ഇത് സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ കുറേ ചർച്ചകൾ വരാണ്. ഈ പറഞ്ഞ സുബേഷ് പറഞ്ഞ ജാഫർ പനാജിന്റെ ലാസ്റ്റ് സിനിമ പുറത്തേക്ക് ഇറാൻ ഇത് ബ്ലോക്ക് ചെയ്തു, പുറത്തേക്ക് കടക്കുന്നത് ഒരു ബ്രെഡില് ഈ പെൻഡ്രൈവ് തിരികെ വെച്ചിട്ടാണ് ബ്രിട്ടൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കൊടുത്തു വിടുന്നത്. അത്രയൊന്നും നമ്മള് പല ആളുകളെയും അതിൽ അഭിനയിച്ച ആളുകളെയും സംവിധായകരെയൊക്കെ കഴുത്തറുത്ത് വെട്ടിക്കൊന്നിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നാളെ നമ്മൾക്കും അനുഭവിക്കാം. ഒന്നത് അതിൽ കൂടുതൽ ഏറ്റവും സന്തോഷമുണ്ട് ചില മലപ്പുറത്ത്, പ്രത്യേകിച്ച് വട്ടംകുളം ഏരിയയിൽ ഇത്രയും സംവിധായകര്, ഇത്ര ആർട്ടിസ്റ്റുകള്, ഇത്ര ആർട്ട് ഡയറക്ടർമാര്, സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന ക്യാമറമാരൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തന്നെ. എന്തിനു പറയുന്നത്, ഇപ്പൊ എമ്പുരാൻ പറഞ്ഞ ഫിലിമിന്റെ ഡയറക്ടർ അടക്കം മലപ്പുറം ജില്ലക്കാരൻ, നമ്മൾ തൊട്ടടുത്തുള്ളതാണ്. ഇവിടെ എന്തോ ഒരു കുറെ വളർത്ത പോലുണ്ട്. എല്ലാവരും ഡയറക്ടർ, നടന്മാര് അല്ലെങ്കിൽ സിനിമ ഡയറക്ടർമാരാകുന്നു. എന്തായാലും അത് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്നില്ല. ഇലുമിനാറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇതിനകത്ത്, അതാണ് നമ്മൾ എമ്പുരാന്റെ ഒക്കെ വരുമ്പോഴുള്ള പ്രശ്നം. അത് ലൂസിഫറിലെ തുടങ്ങുന്ന വിഷയമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ സിനിമക്കകത്ത് നിന്ന് സംസാരിക്കണം, ശരിക്കും പുറത്തു നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാം. അത്തരത്തിൽ നമ്മൾ മധുര നെല്ലിക്കലെ കാണുമ്പോൾ റിയലിസ്റ്റിക് ആണ്, കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്, അതിനകത്ത് കൂടെ അകത്ത് കടക്കുന്ന ഒരു സാധനമാണ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും. സെയിം സാധനമാണ് ഈ കട്ട്. ഇതിനകത്ത് വേറെ ചിന്തകൾക്കൊന്നും കാര്യങ്ങളൊക്കെ റിജുവാണ്. നമുക്ക് അവിടെ നിന്ന് ഇരുന്നാൽ ഏത് സാധാരണക്കാരും ബുദ്ധിജീവികൾക്കും അകത്തേക്ക് നെഞ്ഞത്ത് കയറി അറ്റാക്ക്. അകായക്ക് എന്താ വെച്ചാൽ അകായ ഒരു വേറൊരു ലോകമാണ്. സിനിമയുടെ പല മാർഗങ്ങളും പല ലോകങ്ങളും ഇട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. അകായ എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്ന മനസ്സിന്റെ അകത്ത് നിന്നുള്ള കുറെ വിഷ്വൽസുകള് എങ്ങനെയാണ് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് അകായക്കുള്ളത്. ഇന്നത്തെ ഫിലിമിലും ചിതക്കൊക്കെ എന്താ പറയാ, ചിത ഒരു ഭയങ്കര ആത്മീയ ഫിലിം, ഒരു വല്ലാത്ത ഹോണ്ടിങ് ഫിലിമാണ്. ഞാൻ ഒരു 2-3 പ്രാവശ്യം ഇന്നലെ പകുതി കണ്ട് ഞാൻ ഒഴിവാക്കി പോകാം. എന്നുവെച്ചാൽ ഞാൻ 2 പ്രാവശ്യം കണ്ട ഫിലിം. എനിക്കതെങ്ങനെ ഹോണ്ട് ചെയ്യും. നമ്മളെ വേട്ടയാണ്, ഉറക്കത്തിലൊക്കെ ഇങ്ങനെ വേട്ടയാണ്. നമ്മളാണത്, നമ്മളെ കുട്ടിയാണ്, നമ്മളൊന്ന് ആളല്ലേ. അങ്ങനെ ഒരു വല്ലാത്തൊരു ഫിലിമാണ് അനിലിന്റെ. അതില് അതാ പറഞ്ഞ അഞ്ജുവിന്റെ പ്രകടനം, അതിന്റെ ഫ്രെയിമുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചിലത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ വെള്ളം തലയിൽ കൂടെ ഒഴിക്കുന്നതൊക്കെ ഈ ശവങ്ങളൊക്കെ കത്തിച്ച് ചെയ്യുന്ന ഇതാണോ എന്ന്, 2 ചാക്ക് വെണ്ണൂറ് കൊണ്ടുണ്ടാക്കിയ പരിപാടികളാണെന്ന് അറിയില്ല. എന്തായാലും നല്ല ഫിലിം. ഈ ഫിലിം ഫെസ്റ്റിവല് നമുക്ക് എന്തായാലും മുതൽക്കൂട്ടാണ്. ഇത്തരം ഒരു ചുറ്റും ചേർന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞിട്ടോ നല്ലത് പറഞ്ഞിട്ടോ ഇരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ അമ്പിളി സമിതിക്ക് എനിക്ക് ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ അകത്താണ്. ഇന്നും ഇന്നലെയുമായി പൊന്നാനി താലൂക്കിലെ പ്രഗത്ഭരുടെ പറയാൻ കാരണം, നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ നടന്മാരെ, സൂപ്പർ സ്റ്റാറുകളെ കേന്ദ്രീകരിച്ച് ഉള്ള സിനിമകളാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ അഭിനേതാക്കളായാലും സംവിധായകരായാലും വളരെ നന്നായി ചെയ്ത ഷോർട്ട് ഫിലിമുകളാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്.
ഞാൻ ഓരോ സിനിമയെ പറ്റിയിട്ടും കൂടുതൽ നേരം സംസാരിക്കുന്നില്ല, കാരണം സമയം വൈകി. നമ്മൾ പുളിക്കുന്ന നെല്ലിക്ക മധുരിക്കുന്ന ഒരു അനുഭവമാണ് എല്ലാ സിനിമ കണ്ടപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടത്. അതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി, അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഫറൂഖിന്റെ ഒക്കെ അഭിപ്രായത്തിൽ ഒരു കുട്ടികളുടെ ക്യാമ്പ് നടത്തുകയും അവിടെ നിന്നൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഈ നാട്ടിലെ എല്ലാ കലാകാരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഇനിയും സമയം വൈകിയിട്ടില്ല. നമുക്ക് 50ാം വാർഷികത്തിന്റെ സമാപനം മെയ് 10-11 തീയതികളിൽ നടക്കുകയാണ്. അതിനുശേഷം വളരെ ആലോചിച്ച് നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഡക്ഷൻ നടത്താം, അല്ലെങ്കിൽ സിനിമ ഫെസ്റ്റിവൽ നടത്താം, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള അവരുടെ കഴിവ് ഉപയോഗിച്ച് നിർമ്മിച്ച സിനിമകൾ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ പ്രദർശിപ്പിക്കാം. ഞാൻ ഔദ്യോഗികമായിട്ട് നന്ദി പറയുകയാണ്. നമ്മുടെ ഇതിൽ മുഖ്യ അതിഥികളായ ശ്യാംകൃഷ്ണൻ PK ഉണ്ട്. ശ്യാംകൃഷ്ണൻ PK എന്ന് പറഞ്ഞാൽ ഒരു ആത്മസംഘർഷത്തിന്റെ ആളാണ്. കാരണം അദ്ദേഹം ഞാനും ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനം നടത്തണോ, സെൽ ടാക്സ് ഓഫീസറാണ്, ജീവനക്കാരനാവണോ, മാധ്യമ പ്രവർത്തകനാണോ, അതോ സംവിധായകനാണോ എന്നുള്ളൊരു ആത്മസംഘർഷത്തിലാണ് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം. അതേപോലെ തന്നെ ഇന്ന് മുഖ്യാതിഥിയായി നമ്മുടെ ജാഫർ കുറ്റിപ്പുറമാണ്. അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ നാട്ടുകാരായ ശിവരാജനുണ്ട്, രാമേന്ദ്രൻ കപൂരുണ്ട്, രാജേഷ് നന്ദി ഉണ്ട്, അനിൽ P. ചന്ദ്രനുണ്ട്. എല്ലാവർക്കും അമ്പിളിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒത്തുകൂടാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു.